സ്നേഹമുള്ളവരെ, നമ്മൾ ഒരു നാടകശാലയിലാണ് നമ്മളുള്ളത് എന്നെല്ലാം നമുക്കറിയാം. കാളിയുടെ നാടകശാലയിലാണ്. ഭഗവതി തൻ്റെ നടനം തുടങ്ങിയിട്ടിപ്പോഴെ ഏതാണ്ട് 2-3 ക്ലാസ് അത് കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ? അതുകൊണ്ട് ദൈർഘ്യം അതിനുണ്ടായിട്ടുണ്ട്. ഇനിയും നമ്മൾ ഇതിന് ഖണ്ഡിക തിരിക്കാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ആണ് നമ്മളിപ്പോഴൊരു ഖണ്ഡിക സംവിധാനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മഹാദിവ്യദേവേശ ഗൗരീശ ശംഭോ മഹാമായ നിൻ വൈഭവം ചിന്തനീയം അടിക്കുള്ളു തോണ്ടിപ്പറിച്ചമ്പരാന്തം നടുക്കം കൊടുക്കുന്ന മന്ദാകിനിക്കിങ്ങടക്കം കൊടുപ്പാനിടം പെട്ടിരിക്കും ജടയ്ക്കം വിളിത്തെല്ലുമെല്ലും വിലോലച്ചരദ്ഭംഗമന്ദാരമാണിക്ക മാലാവിലയ്ക്കപ്പുറത്തുള്ള രത്നം പതിച്ച് ഉജ്ജ്വലിച്ചുത്തരംഗീകൃതം പൊൻകിരീടം പരം പഞ്ചമിചന്ദ്രനും തോറ്റുപോയി തിരയ്ക്കപ്പുറം കുറ്റമില്ലെന്നു തേറിത്തിറം വിട്ടുകപ്പം കൊടുക്കുന്ന നെറ്റിക്കുറിക്കുള്ളിൽ വീണാഴി ഏഴാമരഞ്ഞാണരയ്ക്കെന്നൊഹം ചാർത്തു മുർവീമണാളൻ മഹാദേവനും ബ്രഹ്മനും മുൻപരായോരഹോ മായയിൽപ്പെട്ടിരിക്കുന്നു ചിത്രം. ഇതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലേ? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ നമ്മള് ഭഗവതിയുടെ ആ നാടകം അതിൻ്റെ ഉച്ചസ്ഥായിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു ദ്രുതതാളത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നമോ നാദബിന്ദുവാത്മികേ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഒരു വലിയ വന്ദനത്തോടു കൂടി, വന്ദനം ഭഗവതിയെ വന്ദിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരു പരമഹംസദേവന്റെ ഹൃദയ കവാടത്തിൽ വന്ന് നൃത്തം ചെയ്യുന്ന ഭഗവതിയുടെ തിരുസ്വരൂപമാണ് നമ്മളിവിടെ കാണുന്നതെന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുക. ഈ നാടകം കാണുന്നത് നമ്മളല്ല. ഈ നാടകത്തിന്റെ കാഴ്ചക്കാരനും ഈ നാടകത്തിന്റെ അവതാരകനും ഒക്കെ ശ്രീനാരായണ ഗുരു പരമഹംസദേവനാണ്. ഭഗവന്റെ, ഞാൻ ആദ്യമേ ഇവിടെ പറഞ്ഞു, ശ്രീവിദ്യാ മന്ത്രോപാസനയിലെ അവധൂത കാലഘട്ടമാണ്. ഒരു സന്യാസി ബോധോദയം നേടുന്ന ആ കാലഘട്ടത്തിൽ, അതിനു മുൻപുള്ള കാലഘട്ടങ്ങളിൽ അനവധി ദേവതകളെ ഉപാസിച്ചും പ്രാർത്ഥിച്ചും അവരുടെ സാമീപ്യവും അവരുടെ സാരൂപ്യവും സായുജ്യവും അനുഭവിച്ചുകൊണ്ടാണ് ഒരു സാധകൻ തൻ്റെ ജന്മ സാക്ഷാത്കാരമായിട്ടിരിക്കുന്ന ബോധോദയത്തിലേക്ക് എത്തുക എന്ന് നമ്മൾ പലപ്പോഴും ഇവിടെ പങ്കുവച്ചിട്ടുള്ളതാണ്. ആ അറിവും പങ്കുവച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ ശ്ലോകത്തില് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി സ്ഥിതിലയകാരകനായി, അതിനുള്ള കാരണഭൂതയായി, സർവവേദത്തിനും പൊരുളായി നിൽക്കുന്ന ഭഗവതിയാണ് നമ്മളിവിടെ കണ്ടത്. തുടർന്ന് നമ്മൾ ഇത് കാണുമ്പോൾ ഭക്തിയുടെ ഉന്മത്ത ഭാവത്തിലേക്ക് ഭഗവാൻ കടന്നു വരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ഇവിടെ നിർവൃതിയിലായി നിൽക്കുന്ന ഒരു ഗുരുവിന്റെ സാന്നിധ്യം നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ അത് ഒരു ബോധോദയം നേടിയ ഗുരുവിന്റെ വചനങ്ങൾ നമുക്ക് ലഭ്യമാകുമ്പോൾ തീർത്തും അവർ വേറൊരു ലോകത്ത് നിന്നുകൊണ്ടാണ് നമ്മോട് സംസാരിക്കുക. നമ്മളൊക്കെ ഭൗതിക ലോകത്ത് നിന്നുകൊണ്ട് ഈ പ്രപഞ്ചത്തെ കാണുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ദ്രിയത്തിന് അധിഷ്ഠിതമായ, അതിന് ആധാരമായിരിക്കുന്ന ഒരു പ്രപഞ്ചത്തെയാണ് നമ്മൾ കാണുക. പക്ഷെ ഭഗവാൻ ഇവിടെ കാണുക ഇന്ദ്രിയത്തിന് അതീതമായി, നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്തതായ പലതും കാണുന്ന ഒരവസ്ഥയിലേക്ക് സാധകൻ മാറുമ്പോഴാണ് അവരിലെ ആന്തരിക പരിണാമം ഉണ്ടാകുക. അപ്പോഴാണ് അവരിലേക്ക് ആന്തരിക പരിണാമം സംഭവിക്കുക. അവിടെ ഒരു സാധകൻ, നമ്മൾ പലപ്പോഴും ഇങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിലൂടെ പലപ്പോഴും കടന്നു പോകുമ്പോൾ ഒരു വേറൊരവസ്ഥയെക്കുറിച്ച് ഞാൻ പറയുകയാണ്. ചില മാനസിക നില തെറ്റിയിട്ടുള്ള ചില ആൾക്കാർ ഏകാന്തമായ സ്ഥലങ്ങളിൽ ഇരിക്കുന്നത് നിങ്ങൾ കാണാറുണ്ട്. അപ്പോഴവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരൊറ്റയ്ക്ക് അവിടെ ഇരിക്കുന്നു, അവരോടൊപ്പം ഒരു പറ്റം ആൾക്കാർ നിൽക്കുന്ന രീതിയിൽ
അവരവിടെ നിന്നിങ്ങനെ സംഭാഷണം ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അവരുടെ ചുറ്റും ആരെയും കാണാൻ കഴിയില്ല. പക്ഷെ ആ ചിത്തഭ്രമ ബാധിതനായ മനുഷ്യനോട് ചോദിക്കുകയാണെങ്കിൽ അയാളുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരോട് വളരെ ശക്തമായ ഒരു സംവാദത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പോലെ നമുക്ക് തോന്നും. അപ്പൊ നമ്മൾ മാറി നിന്ന് പറയും അദ്ദേഹത്തിന് ഭ്രാന്താണ് അല്ലെങ്കിൽ ചിത്തഭ്രമമാണെന്ന് നമ്മൾ പറയും. ഇത് മനസ്സിന്റെ ഒരു തലമാണ്. ഇത് നമ്മുടെ ബോധമണ്ഡലത്തിന്റെ അതിനൊരു പരിവൃത്തിയുണ്ട്, ഒരു വൃത്തപരിധിയുണ്ട്. ആ വൃത്തപരിധി ലംഘിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിക്കുണ്ടാകുന്ന അനുഭവങ്ങളാണ് എന്ത്? ഇപ്രകാരമുള്ള ഭ്രമാനുഭവങ്ങൾ. എന്നാൽ ഇതിന് നേർ വിപരീതമായിട്ട് നമ്മുടെ ബോധമണ്ഡലത്തെ തൻ്റെ സത്താ കേന്ദ്രത്തിലേക്ക്, തൻ്റെ ബോധമണ്ഡലത്തിന്റെ കേന്ദ്രബിന്ദുവിലേക്ക് മാറ്റി നിർത്തിയിരിക്കുന്ന സാധകന്മാരും ഇപ്രകാരം നമ്മൾ നോക്കുമ്പോൾ എന്തോ ചിത്തഭ്രമം ബാധിച്ചവരാണെന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം അവരുടെ ജീവിതത്തിൽ അവർ സന്ദേശങ്ങൾ വിനിമയം ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയാത്ത, കേൾക്കാൻ കഴിയാത്ത, അറിയാൻ കഴിയാത്തതായ ഒരു ലോകത്ത് നിന്നുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സംശയം ഉണ്ടാകും. എന്താണ് സംശയം ഉണ്ടാകുന്നത്? ഇവർ പറയുന്നത് എന്തൊക്കെയോ ഒരു സങ്കല്പ ലോകത്തിൽ നിന്നുകൊണ്ടാണോ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 3 തലത്തിലുള്ള വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാൻ പറ്റും. ഉണ്ട് 3 തലത്തിൽ നിൽക്കുന്നവർ. ഒന്ന്, ബോധ പരിധിയുണ്ട്. നമുക്ക് നമ്മുടെ ബോധതലത്തിനൊരു വൃത്തമായി കണക്കാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോധത്തിന്റെ അതിന്റെ സീമയുണ്ട്, അതിന്റെ അതിരുണ്ട്. ആ അതിരിനെ ഒരു വൃത്തമായി നമുക്ക് വരച്ചു ചേർക്കാൻ പറ്റും. ആ വൃത്തത്തിന്റെ പരിധിക്ക് വെളിയിൽ നിൽക്കുന്നവർ ചിത്തഭ്രമത്തിൽപ്പെട്ടവരാണ്. ആ വൃത്തത്തിന്റെ ഉള്ളിൽ നിൽക്കുന്ന നാം ജാഗ്രത അവസ്ഥയിൽ നിൽക്കുന്നവരാണ്. നമ്മൾ സാധാരണ മനുഷ്യരാണ്. നമ്മളിൽ ചിത്തഭ്രമം ബാധിച്ചിട്ടില്ല. എന്നാൽ ഇനി അടുത്തൊരു വിഭാഗം ജനങ്ങളുണ്ട്. എന്താണ്? നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചവർ. അവരുടെ ബോധമണ്ഡലത്തിന്റെ ആന്തരിക കേന്ദ്രത്തിലേക്ക്, മർമ്മത്തിലേക്ക്, കേന്ദ്രബിന്ദുവിലേക്ക് പ്രവേശിച്ചവർ. ഇങ്ങനെ 3 തരം ആൾക്കാരെ നമ്മൾ പരിചയപ്പെടാറുണ്ട്. ഈ 3 തരം ആൾക്കാരും പരസ്പരം പരിചയപ്പെടുമ്പോൾ അവർക്ക് ഈ 3 വിധത്തിലുള്ള ആൾക്കാരോടും ഒരു വ്യത്യസ്തമായ മൂല്യനിർണ്ണയമായിരിക്കും നടക്കുന്നത്. വ്യത്യസ്തമായ രീതിയിലായിരിക്കും അവർ വിലയിരുത്തപ്പെടുന്നത്. നമ്മൾ ഓരോരുത്തരെയും ഒരു ബോധോദയം നേടിയ തൻ്റെ ബോധ കേന്ദ്രത്തിലേക്ക് പ്രവേശിച്ച, ആ സത്താ കേന്ദ്രത്തിലേക്ക് പ്രവേശിച്ച ഒരു സാധകൻ നമ്മളെ കാണുമ്പോൾ അവർ സഹതപിക്കും, പരിതപിക്കും. കഷ്ടം ദീനം പിടിച്ചോ മധുരയത് കുടിച്ചോ കിടക്കുന്നതോ ലോകർക്ക് ഉത്തിഷ്ടോത്തിഷ്ട ശീഘ്രം നദിയിൽ മുഴുകുവാൻ നേരമായി വന്നതിപ്പോൾ എന്ന് സുബ്രഹ്മണ്യ കീർത്തനത്തില് ഭഗവാൻ വിലപിക്കുന്നുണ്ട്. വിലപിക്കുന്നത് എന്താണ്? ഈ ബോധോദയ വേളയിൽ ഈ പ്രപഞ്ചത്തിന്റെ സത്യം മനസ്സിലാക്കിയ ഒരു ഗുരുദേവൻ നമ്മളെപ്പോലുള്ള ഏഴകളായ ഭൗതിക ലോകത്തിൽ അഭിരമിച്ച് ചിത്തഭ്രമം ബാധിച്ച് ജീവിക്കുന്ന നമുക്ക് ശരിയായ ലോക പരിജ്ഞാനം ലഭിക്കാതെ പോകുന്നല്ലോ എന്ന് ഓർത്ത് സഹതപിച്ചുകൊണ്ട്, പരിതപിച്ചുകൊണ്ട് ആ സങ്കടം പങ്കുവയ്ക്കുകയാണ് ആ ഒരു പ്രാർത്ഥനയിലൂടെ. അതേപോലെയാണ് ഒരു ചിത്തഭ്രമം ബാധിച്ച ഒരുവൻ നമ്മളെ ഏത് രീതിയിലാണ് കാണുക എന്ന് ചോദിച്ചാൽ നമ്മളെ ചിത്തഭ്രമം ബാധിച്ചവർ എന്ന നിലയിലായിരിക്കും കാണുക. അപ്പൊ ഇങ്ങനെ 3 തരത്തിലുള്ള ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്, നമ്മൾ ഉൾപ്പെടുന്ന ഈ ലോകത്തുണ്ട്. ഇതിൽ 3 പേരും പരസ്പരം കണ്ടുമുട്ടാൻ, പരസ്പരം അറിയാനും കഴിയാതെ പോകുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം. അതുകൊണ്ട് തന്നെ സത്യസാക്ഷാത്കാരം നേടിയ, ബോധോദയം നേടിയ ഒരു ഗുരുവിന്റെ വാക്കുകൾ നമ്മൾ പഠിക്കുമ്പോൾ അവര് സത്യലോകത്ത് നിന്നുകൊണ്ട് അവരനുഭൂതിയിൽ എത്തിച്ച, അറിഞ്ഞ ഒരു ലോകത്ത് നിന്നുകൊണ്ടാണ് അവർ സംസാരിക്കുക. നമ്മൾ കണ്ടതും കേട്ടതിൽ നിന്നും വ്യത്യസ്തമായി അതിനപ്പുറം എത്തിക്കൊണ്ട് അവരുടെ ഇന്ദ്രിയങ്ങളെ അടക്കി അവരുടെ ഇന്ദ്രിയാതീതമായ അറിവിലേക്കും അനുഭവത്തിലേക്കും അവർ പ്രവേശിച്ചപ്പോൾ അവർ കണ്ടതായ കാര്യങ്ങളാണ്, അവരുടെ അനുഭവ സാക്ഷ്യങ്ങളാണ്, ദൃക്സാക്ഷി വിവരണങ്ങളാണ് അവർ അവരുടെ കൃതികളിലൂടെ നമുക്ക് പകർന്നു തരുന്നത്. അപ്പൊ ഇവിടെ ദേവിയെ ഉപാസനയിലൂടെ കണ്ട് അനുഭവിച്ച് സാക്ഷാത്കരിച്ച ഗുരുവിന്റെ ആ ഒരു ദൃക്സാക്ഷി വിവരണമാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക. ഇവിടെ നമുക്ക് സംശയത്തിന്റെ ഒരവസ്ഥ നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല. ഞാനിത് ആവർത്തിച്ച് പറയാൻ, ഒരിക്കലും സംശയിക്കാൻ പാടില്ല. ഞാൻ ഒരു കഥയായി ഓർക്കുകയാണ്. ഞാനൊരിക്കലൊരു പുസ്തകം വായിച്ചപ്പോൾ ഞാൻ വായിച്ചൊരു കഥ ഞാൻ പറയാം നിങ്ങളുടെ. അതിന് പണ്ട് ഒരാള് ഒരു 10-20 വയസ്സായപ്പോൾ സന്യസിക്കണമെന്നുള്ളൊരു ആഗ്രഹം അയാളില് വളരെ രൂഢമൂലമായിട്ടുണ്ടാകുകയും
അയാൾ വീടും വീട്ടുകാരെയൊക്കെ ഉപേക്ഷിച്ച് ഹിമാലയത്തിലേക്ക് അങ്ങ് പോവുകയാണ് സന്യാസിയാകുന്നതിന് വേണ്ടി. സന്യാസിയായിട്ട് അവിടെ ചെന്നതിന് ശേഷം അദ്ദേഹം ഒരു 10-20 വർഷക്കാലത്തോളം ഗാഠമായ പ്രാർത്ഥനയിലും ഉപാസനയിലും ധ്യാനത്തിലും മൗനവ്രതങ്ങളിലും ഒക്കെ ആയിരുന്നു. അങ്ങനെ അവിടെ താമസിച്ച് ജീവിച്ച് 10-20 വർഷം കഴിഞ്ഞിടക്കെ അദ്ദേഹത്തിന് ബോധോദയം നേടാൻ പറ്റിയില്ല, മോക്ഷത്തിലേക്ക് പോകാൻ കഴിയുന്നില്ല. പക്ഷേ ആ വനത്തിൻ്റെ ശാന്തതയിൽ അദ്ദേഹം അവിടുത്തെ പ്രകൃതിയുമായി പൊരുത്തപ്പെട്ടു പോയപ്പോൾ അവിടുത്തെ അന്തേവാസികളായ പക്ഷിമൃഗാദികളൊക്കെ തന്നെ ഈ സന്യാസിയെ അവരുടെ ഒരു സുഹൃത്തായി അവരിൽ ഒരാളായിട്ട് കാണാൻ തുടങ്ങി. അപ്പം എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഇദ്ദേഹം അവിടെ തൻ്റെ തപസ്സിന്റെ കേന്ദ്രത്തിൽ തപോവനത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ മൃഗാദികളൊക്കെ വരും. അവരവരുടെ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ ഈ സന്യാസിയുടെ അടുത്ത് ഏൽപ്പിക്കും. അവിടെ ചുറ്റുമഴിച്ചു വിടും, ചുറ്റും അവിടെ നിൽക്കും. അത് ചിലപ്പം പാമ്പ് കാണും, ചിലപ്പോൾ മൃഗാദികളൊക്കെ തന്നെ കാണും. അവർ കുഞ്ഞുങ്ങളെ അവിടെ കൊണ്ടുവന്ന് ഈ സന്യാസിയുടെ ചുറ്റും കൊണ്ടുവന്ന് ഉപേക്ഷിച്ചിട്ട് അല്ലെ അവിടെ നിർത്തിയിട്ട്, കാരണം സന്യാസിയുടെ സംരക്ഷണം അവർക്ക് കിട്ടുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവർ ഇര തേടി മറ്റു പലയിടത്തും പോയിട്ട് നേരം വൈകുമ്പോഴത്തേക്ക് ഇവിടെ വരും. വന്നിട്ട് അവരവരുടെ കുഞ്ഞുങ്ങളുമായിട്ട് അവർ തിരികെ പോവുകയും ചെയ്യും. അപ്പം അങ്ങനെ പക്ഷികളൊക്കെ വരും. ഇപ്പം ഇദ്ദേഹം മരവുരിയൊക്കെ ഉടുത്ത് ജടയും ഒക്കെ വളർത്തി നിൽക്കുകയാണ്. പക്ഷികളൊക്കെ വന്ന് ഇദ്ദേഹത്തിൻ്റെ തലയിലും അദ്ദേഹത്തിൻ്റെ തോളത്തും ഒക്കെ വന്നിരിക്കും. അങ്ങനെ അവർ നോക്കുമ്പോൾ ഈ ജടയ്ക്കകത്ത് കൂട് വെക്കാൻ കൊള്ളാം എന്ന് അദ്ദേഹം അവർക്ക് തോന്നും. ഈ പക്ഷികൾ എന്ത് ചെയ്യും? ഈ ജടയ്ക്കകത്ത് കൂട് വെക്കും. കൂട് വെച്ചിട്ട് അവരതിനകത്ത് തന്നെ മുട്ടയിടും. മുട്ടയിട്ട് കഴിയുമ്പോൾ അവർക്ക് ഉറപ്പാണ് സന്യാസി ഒരു കാരണവശാൽ ഒരു പീഡ ഒരു എറുമ്പിനും വരുത്താത്തതാണ് ഈ സന്യാസിയുടെ സഹജമായ ഭാവം. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെല്ലാം തന്നെ സുരക്ഷിതരായിരിക്കുമെന്നും മനസ്സിലാക്കിക്കൊണ്ട് അവർ പറന്ന് നടന്ന് അവർ സ്വാതന്ത്ര്യത്തിലേക്ക് പോകും. അപ്പോഴേ ഈ സന്യാസി എന്ത് ചെയ്യണം? തൻ്റെ ജടയിൽ ഒളിച്ചിരിക്കുന്ന ഈ മുട്ടയും അതിൽ നിന്ന് വിടർന്നു വരുന്ന കിളികളെയും ഒക്കെ പരിപാലിച്ച് ആ മുട്ടയൊന്നും താഴെ വീണു പോകാതെ എല്ലാം സംരക്ഷിച്ച് ഇങ്ങനെ പോകും. അപ്പം അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ ഈ സന്യാസി ഒന്ന് ചിന്തിച്ച്, ഞാനെന്തിന് ഇതൊക്കെ ചെയ്യണം? ഞാൻ മറ്റ് പലരുടെയും മക്കളെയും അവരെയൊക്കെ അവരുടെ ജീവിതത്തിൽ സഹായമായിട്ട് നിൽക്കണം. അവരെ പോറ്റുന്നു, പക്ഷികളുടെ കുഞ്ഞുങ്ങളെ ഞാൻ പോറ്റുന്നു. അവിടെ പാമ്പും പറവകളും പുലിയും സിംഹവും ആനയും കടുവയും എന്ന് വേണ്ട സർവ്വ ജീവജാലങ്ങളും അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി വരുന്നു. അദ്ദേഹം അവരെ സംരക്ഷിക്കുന്നു. എന്നാൽ ഇനി എന്തെന്താ ഞാൻ വെറുതെ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്ന മറ്റുള്ളവർക്ക് വേണ്ടി? അങ്ങ് അടിവാരത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാം, താഴ്വാരത്തേക്ക് ഇറങ്ങിച്ചെല്ലാം. അവിടെ ചെന്നിട്ട് എനിക്ക് എൻ്റെ സന്തതികളെ തന്നെ ഒന്ന് പരിപാലിച്ചാലോ, എൻ്റെതായ കുടുംബം ഉണ്ടാക്കിയാലോ? അങ്ങ് അടിവാരങ്ങളിലും ജനപദങ്ങളിലും എന്താണ് സംഭവിക്കുന്നത്? അവർ കുടിച്ച് ആർത്ത് മതിച്ച് സന്തോഷത്തിന്റെ ലോകത്താണ് അവർ ജീവിക്കുന്നത് എന്നാരും ധരിക്കുന്നുണ്ട്? ഈ സന്യാസി ധരിക്കുകയാണ്. ഇപ്പം എല്ലാവരുടെയും ധാരണ എങ്ങനെയാണല്ലോ, സന്യാസിമാരുടെ ധാരണ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഭൗതിക ജീവിതം നയിക്കുന്ന നമ്മളെല്ലാവരും ജീവിതത്തിലെ എല്ലാ സുഖഭോഗങ്ങളും അനുഭവിച്ചുകൊണ്ട് നമ്മൾ ആനന്ദിച്ച് ആർമാദിച്ച് നടക്കുന്നു എന്നാണ് അവർ ധരിക്കുക. അപ്പം അങ്ങനെ ഈ സന്യാസി ഹിമാലയം ഇറങ്ങി ഇങ്ങനെ അടിവാരത്തേക്ക് എത്തുകയാണ്. 20 വർഷത്തെ വ്യത്യാസമുണ്ടല്ലോ ഇവരുടെ തമ്മിലുള്ള, 20 വർഷത്തെ ഒരു വിടവുണ്ട്. അടിവാരത്തേക്ക് ഇറങ്ങി വന്നപ്പോഴാണ് ഈ സന്യാസി ചിന്തിക്കുന്നത്, എങ്ങനെയാണ് ഈ ഞാൻ ലോകത്തിലേക്ക് പ്രവേശിക്കുക? എങ്ങനെയാണ് എനിക്കൊരു ഭൗതിക ജീവിതം ലഭിക്കുക? എങ്ങനെയാണ് എനിക്കിനി എനിക്കൊരു ഭാര്യയോ മക്കളോ ഒരു കുടുംബ സംവിധാനം ഉണ്ടാക്കുക? അത് വല്ലാത്തൊരു പ്രതിസന്ധിയായിരുന്നു. കാരണം സന്യസിക്കുന്നതിനൊരു ഗുരു വേണം എന്നതുപോലെ തന്നെ നമുക്ക് ഭൗതിക ജീവൻ നയിക്കുന്നതിന് നമുക്കൊരു ഗുരു ആവശ്യമുണ്ട്, ഒരു ഗൈഡൻസ് ആവശ്യമുണ്ട്, ഒരു വഴികാട്ടിയെ നമുക്ക് ആവശ്യമുണ്ട്. അദ്ദേഹം ഇങ്ങനെ വളരെ ഗാഢമായിട്ട് ചിന്തിച്ചു, എന്താണ് എൻ്റെ ഒരു മാർഗം ഒന്നും തെളിഞ്ഞു വരുന്നില്ല. അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ, അദ്ദേഹം പണ്ട് വായിച്ച ചരിത്രങ്ങളൊക്കെ ഓർത്തു. ചരിത്രത്തിനകത്ത് പറയുന്നുണ്ട്, പണ്ട് രാജാക്കന്മാരൊക്കെ ചെയ്യുക, രാജകുമാരന്മാരുണ്ടായി കഴിയുമ്പോൾ അവരെ ഈ ലോകം പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ലോകത്തിലേക്ക് അവർ ഇറക്കി വിടും. അവർ രാജകൊട്ടാരം വിട്ട് ഇറങ്ങി പോകണം, കയ്യിൽ പണമൊന്നും കൊടുക്കൂല. അവരിറങ്ങിപ്പോയിട്ട് ഈ ലോകം എന്താണെന്ന് അറിയണം, എല്ലാ പ്രതിസന്ധികളും അനുഭവിച്ച് അതിനെ അതിജീവിച്ച് തിരിച്ച് കൊട്ടാരത്തിൽ വരികയും ചെയ്യണം. അക്കൂട്ടത്തിൽ അവർ വളരെ പ്രധാനമായിട്ട് ചെയ്യുന്നൊരു കാര്യം, ഈ രാജകുമാരന്മാരെ ദേവദാസികളുടെ അടുത്തേക്ക് പറഞ്ഞു വിടും. ഈ ദേവദാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനവധി രാജാക്കന്മാരെയും അനവധി പ്രജകളെയും സേവിച്ച് ജീവിതത്തിന്റെ ഒട്ടേറെ അനുഭവങ്ങളുള്ളവരാണ് ഈ ദേവദാസികൾ. അവർക്ക് രാഷ്ട്രീയത്തെക്കുറിച്ചും കലയെക്കുറിച്ചും സംഗീതത്തെക്കുറിച്ചും നൃത്തത്തെക്കുറിച്ചും ഒക്കെ അറിയാം, ലോകത്തെക്കുറിച്ച് അറിയാം. അവർ അനവധി ജനങ്ങളുമായി നിരന്തരം ബന്ധപ്പെടുന്നവരാണ്.
അതോടൊപ്പം തന്നെ അവരവരുടെ ശാരീരികമായ പങ്കുവയ്ക്കലുകൾ കൂടി നടത്തും. അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ പാഠങ്ങളും പഠിക്കാൻ ഈ ദേവദാസികളുമായിട്ടുള്ള ബന്ധം സഹായിക്കും എന്ന് ഇദ്ദേഹം വായിച്ചു കിട്ടും. അപ്പൊ അങ്ങനെ ഇദ്ദേഹം അടിവാരം ഇറങ്ങി ചെന്നിട്ട് ഒരു ദേവദാസിയെ സമീപിക്കുക. ഈ ദേവദാസിയെ സമീപിക്കുമ്പോൾ അദ്ദേഹത്തിന് വീട്ടിൽ ചെല്ലുന്നു. അവിടെ വലിയ സംഗീതവും നൃത്തവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭാര്യ നൃത്തമാടുന്നു, പരിശീലനം നടത്തുന്നു, ഭർത്താവ് പാട്ട് പാടിക്കൊടുക്കുന്നു, താളം പിടിച്ചു കൊടുക്കുന്നു. അപ്പം നമ്മുടെ താപസൻ അവിടെ ചെന്നിട്ട് പറയും, ഈ ജീവിതത്തിലെ അനുഭവങ്ങളെ കുറിച്ചൊക്കെയുള്ള ഒരു പാഠം ലഭിക്കുന്നതിനായിട്ട് ഞാൻ വന്നതാണ് എന്ന് പറയും. കുഴപ്പമില്ലൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇന്ന് ഞങ്ങൾക്ക് രാജകൊട്ടാരത്തിൽ ഇന്നൊരു പ്രോഗ്രാം ഉണ്ട്. രാജകൊട്ടാരത്തിലെ രാജാവ് വിളിച്ചിരിക്കുകയാണ്. രാജാവ് എന്തോ ഉല്ലാസത്തിന് വേണ്ടി രാജസദസ്സിൽ ഇന്നൊരു നൃത്ത പരിപാടി നടക്കുന്നുണ്ട്, അതിന് ഇവിടുത്തെ ദേവദാസിയാണ് ക്ഷണിച്ചിരിക്കുന്നത്, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. പോകണം. അപ്പം അവരെന്തായാലും നമ്മുടെ താപസിനെ കൂടെ കൂട്ടുക. അങ്ങനെ രാജസദസ്സിൽ ചെന്നു. അവിടുത്തെ രാജകുമാരന്മാരും പിന്നീട് സാമന്തന്മാരും ഒക്കെ രാജസദസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇവരെ ക്ഷണിച്ചു. അവരുടെ നൃത്തവും ഗാനാലാപവും തുടങ്ങി. സമയം ഇങ്ങനെ നീണ്ടുപോവുകയാണ്. അപ്പൊ അന്ന് ആ രാജ്യം ഭരിച്ചിരുന്ന രാജാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കലകളിലും ഒക്കെ വളരെ ആസ്വാദനം ചെയ്യുന്ന ആളാണെങ്കിൽ പോലും വളരെ പിശുക്കനായിരുന്നു. ജോലി ചെയ്യുന്നവർക്ക് പൈസ കൊടുക്കുന്ന കാര്യത്തിൽ വളരെയേറെ പിശുക്ക് ഉള്ള ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ ഇവരുടെ നൃത്തവും പാട്ടും സംഗീതവും ഒക്കെ ഇങ്ങനെ പോവുകയാണ്. ഇവർ ആലസ്യത്തിലായി, അവരാകപ്പാടെ കുഴഞ്ഞു. സമയം ഇല്ലാതെയാകുന്നു, അവശയാകുന്നു. അപ്പോൾ സംഗീതത്തിലൂടെ അവർ വീണ്ടും ചോദിക്കുകയാണ്, ഭർത്താവിനോട് രാജാവിന് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ രാജാവിനോട് അവർ ചോദിച്ചു, പ്രാണനാഥ, എന്താ സംഭവിക്കുക? ഞാനോ കുഴഞ്ഞിരിക്കുന്നു, എൻ്റെ കാലുകൾ തളരുന്നു, എൻ്റെ കൈകൾ തളരുന്നു, ശരീരമാകെ തളരുന്നു. രാജാവ് നമുക്ക് വേണ്ടി പ്രതിഫലമൊന്നും തരുന്നില്ല, നൃത്തം അവസാനിപ്പിക്കാൻ പറയുന്നതുമില്ല, ഞാൻ എന്ത് ചെയ്യണം എന്ന് രാജാവിന് മനസ്സിലാകാത്ത ഭാഷയിലാണ് സ്വന്തം ഭർത്താവിനോട് അവരെ ചോദിക്കുക. അപ്പോഴ് ഭർത്താവ് പറഞ്ഞു, പ്രിയേ, നീ നിന്റെ ആലസ്യവും നിന്റെ അവശതയും ഒന്നും പരിഗണിക്കേണ്ട, നമുക്ക് ക്ഷമയുണ്ടായിരിക്കണം, നമുക്ക് കാത്തിരിക്കാം. രാജാവ് ഒരിക്കലും അത്ര നിർദ്ദയമായിട്ട് നമ്മളോട് പെരുമാറാൻ സാധ്യതയില്ല, അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുക, ഇത് ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ, ദേവദാസിയും ഭർത്താവും തമ്മിൽ സംഗീതത്തിലൂടെ ആശയവിനിമയം ചെയ്യുന്ന നമ്മുടെ താപസൻ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. താപസൻ നോക്കിയപ്പോൾ ശരിയാണ്, മണിക്കൂറുകളോളം ദീർഘമായ ഒരു വലിയ നൃത്ത പരിപാടി, ഗാനപരിപാടി അവിടെ നടന്നു കഴിഞ്ഞു. പക്ഷേ അവർക്കൊന്നും ലഭിക്കുന്നില്ല. ഇത് കണ്ടിട്ട് ഈ താപസൻ എഴുന്നേൽക്കുന്നു. മാത്രമല്ല, ഭർത്താവ് ഭാര്യയോട് പറഞ്ഞ 2 വാചകം, ഒരിക്കലും നമ്മൾ ഇവിടെ നിർത്താൻ പാടില്ല, ക്ഷമയോടെ കാത്തിരിക്കാം. നമുക്ക് വേണ്ടതെല്ലാം ലഭിക്കാൻ പോകുന്നു, പക്ഷെ നമുക്ക് ക്ഷമ വേണം, കാത്തിരിക്കണം. നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, നമ്മൾ ഇച്ഛിക്കുമ്പോൾ നമുക്കെല്ലാം ലഭിക്കുമെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. കാത്തിരിക്കാനുള്ള ക്ഷമ നമുക്കുണ്ടാകണം. ഈ വാക്ക് യഥാർത്ഥത്തിൽ ആ താപസന്റെ ഹൃദയത്തിൽ ചെന്ന് തറച്ചു. കാത്തിരിക്കാനുള്ള ഒരു ക്ഷമ നമുക്കുണ്ടാകണം. നാം എത്രമാത്രം കഠിനാധ്വാനം ചെയ്താലും അതിന്റെ ഫലം ലഭിക്കുന്നതിന് അതിന് നിയതി അല്ലെങ്കിൽ സർവേശ്വരൻ അതിന് സമയം നിശ്ചയിച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് മാത്രമേ നമുക്കത് ലഭ്യമാവുകയുള്ളൂ. അതുകൊണ്ട് കാത്തിരിക്കാനുള്ള ക്ഷമ നമുക്കുണ്ടാകണം. നമ്മുടെ സന്യാസിവര്യൻ എഴുന്നേൽക്കുന്നു. അദ്ദേഹം നോക്കിയപ്പോൾ എവർ അവശയാണ്, വിവശയാണ്, എവർക്ക് പ്രതിഫലമൊന്നും ലഭിച്ചിട്ടില്ല. 20 വർഷം വനത്തിൽ തപസ് അനുഷ്ഠിച്ച ഒരു യോഗിയെ സംബന്ധിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഉടുത്തിരിക്കുന്ന ഒരു വസ്ത്രം മാത്രമാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം. താൻ ഉടുത്തിരിക്കുന്ന വസ്ത്രമൂരി, ഒരു കമ്പിളി ഉടുപ്പൂരി ദേവദാസിക്ക് കൊടുത്തിട്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുക. രാജാവ് ചാടി എഴുന്നേറ്റു. നിൽക്കവിടെ എന്ന് പറഞ്ഞു. യോഗിയോട് പറഞ്ഞു, താങ്കൾ അവിടെ നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഈ സദസ്സിൽ ഞാനാണ് ധനവാൻ, ഞാനാണ് സമ്പന്നൻ, ഒരാൾക്ക് ദാനം ചെയ്യാൻ അർഹത എനിക്കാണുള്ളത്. താങ്കൾ ചെയ്തത് ഒരിക്കലും നീതിയല്ല, നിങ്ങൾക്കത് കൊടുക്കാൻ അനുവാദമില്ല. അപ്പോൾ താപസൻ തിരിഞ്ഞെന്ന് പറഞ്ഞു, ശരിയാണ്, അങ്ങ് പറഞ്ഞത് ശരിയാണ്, വേണമെങ്കിൽ താങ്കൾക്ക് എൻ്റെ ജീവൻ എടുക്കാം. പക്ഷേ
അവൻ എനിക്ക് എൻ്റെ ജീവൻ തന്നിരിക്കുന്നു. കാരണം കാത്തിരിക്കണം. ക്ഷമയോടെ കാത്തിരിക്കുന്നതിന് മാത്രമേ കർമ്മഫലം അനുഭവിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള ഒരു വലിയ തത്വം ഈ ദേവദാസിയിൽ നിന്ന് ഞാൻ പഠിച്ചിരിക്കുന്നു. അതുകൊണ്ട് അങ്ങേക്ക് വേണമെങ്കിൽ എൻ്റെ ജീവൻ എടുക്കാം, എൻ്റെ ശരീരത്തിൽ നിന്ന് എൻ്റെ ആത്മാവിനെ ഛേദിച്ചു മാറ്റാം, പക്ഷെ ഞാൻ സംതൃപ്തനാണ്, ഞാനിതാ പോകുന്നു എന്ന് പറഞ്ഞ് രാജകൊട്ടാരത്തിന്റെ പുറത്തേക്ക് അദ്ദേഹം പോവുകയാണ്. അപ്പൊ എന്താണ് സംഭവിച്ചത്? 20 വർഷത്തെ ദീർഘമായ തപസ്സിന് ശേഷവും ഈശ്വര സാക്ഷാത്കാരം ലഭിച്ചില്ല എന്നുള്ള നിരാശയോടുകൂടിയാണ് ഇദ്ദേഹം എവിടേക്ക് ഇറങ്ങിപ്പോകുന്നത്? ഇങ്ങ് താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുന്നത്, ജനപഥങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുന്നത്. അയാൾ തിരിച്ചറിയുകയാണ്, ആ താപസൻ തിരിച്ചറിയുകയാണ്, എൻ്റെ 20 വർഷത്തെ കാത്തിരിപ്പിന് ഫലം ലഭിക്കണമെങ്കിൽ ഞാൻ ഇനിയും ക്ഷമയോടെ കാത്തിരുന്നു കഴിഞ്ഞാൽ എനിക്ക് ഈശ്വരപദത്തിലേക്ക് എത്താൻ പറ്റും, സാക്ഷാത്കാരത്തിലേക്ക് എത്താൻ പറ്റും, ബോധോദയത്തിലേക്ക് എത്താൻ പറ്റും. 20 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എന്തിനാണ് വീട് വിട്ട് ഭൗതിക സുഖങ്ങൾ വിട്ട് ഇറങ്ങിപ്പോകുന്ന ഏത് ലക്ഷ്യത്തിനാണോ ആ ലക്ഷ്യം സാധിക്കാൻ അല്പം ക്ഷമയുടെ ആവശ്യം എനിക്കുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം കൊട്ടാരത്തിന്റെ പടിവാതിലേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന് ഈശ്വര ദർശനമുണ്ടായി, സാക്ഷാത്കാരമുണ്ടായി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇതാണ് ആ കഥ. ഈ കഥയുടെ ചുരുക്കം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ക്ഷമയുണ്ടായിരിക്കണം, കാത്തിരിക്കാനുള്ള ക്ഷമ നമുക്കുണ്ടായിരിക്കണം. 20 വർഷത്തെ തന്റെ തപസ് വ്യയം ചെയ്തു പോകും, വൃഥാവിലായി പോകും എന്ന് തിരിച്ചറിയാൻ ഒരു ദേവദാസിയുടെ അല്ലെങ്കിൽ സ്വന്തം ശരീരം മറ്റുള്ളവരുടെ സുഖത്തിന് വേണ്ടി ദാനം ചെയ്യുന്ന ഒരു സ്ത്രീയുടെ അനുഭവത്തിലേക്ക് കടന്നു പോകേണ്ടി വന്നു സന്യാസിക്ക്. അപ്പൊ നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? ക്ഷമയാണ് നമുക്ക് ആവശ്യം. അല്പം കൂടെ കാത്തിരിക്കാനുള്ള ക്ഷമ നമുക്ക് ആവശ്യമുണ്ട്. ഞാനിത് പറയുമ്പോൾ ശ്രീനാരായണ ഗുരു പരമഹംസദേവന്റെ ആ അവധൂത കാലഘട്ടത്തിലെ ജീവിതത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ ഇതിനോടൊപ്പം ചേർത്ത് വെച്ച് ചിന്തിച്ചു നോക്കുക. മഹാഗുരു തൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞ് 10-20 വയസ്സാകുമ്പോൾ മുതൽ ഏതാണ്ട് 10, 12, 13 വർഷക്കാലം ഈ യോഗിയെ പോലെ, സിദ്ധനെ പോലെ അവധൂതനായി ഈ ലോകമാകെ അലഞ്ഞു തിരിഞ്ഞ് നടന്നുകൊണ്ടാണ് ഈ സാക്ഷാത്കാരത്തിൻ്റെതായ തിരിശേഷിപ്പുകൾ നമുക്ക് തരാൻ മഹാഗുരുവിനുള്ള യോഗ്യത ഉണ്ടായത് എന്ന് നമ്മൾ മറന്നു പോകരുത്. ഇതാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കേണ്ടത്. അപ്പൊ ഇത് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഉണ്ടായിരിക്കണം. ഇതൊരു വലിയ അനുഭവ കഥയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് ഈശ്വരീയമായ അനുഗ്രഹങ്ങൾ അല്പമെങ്കിലും അനുഭവിക്കാനുള്ള അർഹത നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പൊ ഇതാണ് ഞാൻ ആ ഒരു കഥ. ആ കഥയും നമ്മൾ ക്ഷമയോടുകൂടി ഗുരുവിന്റെ വഴികളിലൂടെ നടന്നു പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ഇവിടെ ഈ കഥ പറഞ്ഞതിൻ്റെ എൻ്റെ ലക്ഷ്യം. ഇനി നമുക്ക് എന്താണ് അടുത്ത ഭാഗങ്ങളിലേക്ക് പോകാം. മഹാദിവ്യദേവേശ ഗൗരീശ ശംഭോ മഹാമായ നിൻവൈഭവം ചിന്തനീയം. അടിക്കുള്ളു തോണ്ടിപ്പറിച്ച് അമ്പരാന്തം നടുക്കം കൊടുക്കുന്ന മന്ദാകിനിക്കിങ് അടക്കം കൊടുപ്പാനിടം പെട്ടിരിക്കും. ജടയ്ക്ക് അമ്പിളിത്തെല്ലും എല്ലും വിലോല ചലദ്ഭംഗ മന്ദാരമാണിക്യ മാലാവിലയ്ക്ക് അപ്പുറത്തുള്ള രത്നം പതിച്ച് ഉജ്ജ്വലിച്ച് ഉത്തരംഗീകൃതം പൊൻകിരീടം. പരം പഞ്ചമിചന്ദ്രനും തോറ്റുപോയി തിരയ്ക്കപ്പുറം കുറ്റമില്ലെന്നു തേറി തിറം വിട്ടു കപ്പം കൊടുക്കുന്ന നെറ്റിക്കുരിക്കുള്ളിൽ വീണാഴിയേഴാം അരഞ്ഞാണ് അരയ്ക്കന്നോഹം ചാർത്തും ഉർവീമണാളൻ. മഹാദേവനും ബ്രഹ്മനും മുൻപരായോരഹോ മായയിൽപ്പെട്ടിരിക്കുന്നു. ചിത്രം. ഞാനിതിങ്ങനെ പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ കിട്ടിയിരിക്കുന്ന ഈ കവിതാശകലത്തെ നിങ്ങൾ അല്പം ഒന്ന് നിങ്ങളുടെ ഈ പദച്ഛേദം ചെയ്തു നോക്കണം. നിങ്ങൾ കൃത്യമായ പഠനമാണ് ഇവിടെ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ വേറെ ഒന്നുമല്ല, ഒരു പഠനമാണ്. അപ്പോൾ ഈ പഠനത്തിന് നമ്മൾ ചെയ്യേണ്ടത് ഓരോ വരികളിലും ഈ പദത്തെ അർത്ഥം ഗ്രഹിക്കത്തക്ക വിധത്തിൽ പദച്ഛേദം ചെയ്യണം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? മഹാദിവ്യദേവേശ ഗൗരീശ ശംഭോ മഹാമായ നിൻവൈഭവം ചിന്തനീയം. അങ്ങനെ നിങ്ങൾ ആ പദച്ഛേദം ചെയ്ത് കയ്യിൽ ഇടുക. അപ്പോൾ നമുക്ക് അർത്ഥം നിങ്ങൾക്ക് തന്നെ ഗ്രഹിക്കാൻ പറ്റും. വേറൊരു ഉപദേശമില്ലാതെ സ്വയം അർത്ഥം നിങ്ങൾക്ക് അതിനകത്തുനിന്ന് ഗ്രഹിച്ചെടുക്കാൻ പറ്റും. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്
ഒരു പാഠം നമ്മൾ പഠിക്കുന്നത് ഒരു അധ്യാപകനിൽ നിന്നല്ല, നാം പാഠം പഠിക്കുന്നത് നമ്മിൽ നിന്നാണ്. ഒരു അധ്യാപകന് നിങ്ങളെ എന്ത് മാത്രമേ ചെയ്യാൻ പറ്റൂ? ഇത് എങ്ങനെ പഠിക്കാം എന്നുള്ള വഴി കാട്ടിത്തരാൻ മാത്രമേ ഒരു അധ്യാപകന് പറ്റുകയുള്ളൂ. അധ്യാപകൻ അതാണ് ചെയ്യുന്നത്. അധ്യാപകനിൽ നിങ്ങൾ പിടിച്ചു നിന്നു പോകാൻ പാടില്ല. അന്ധമായി അധ്യാപകനിൽ മാത്രം വിശ്വസിക്കാൻ പാടില്ല. അധ്യാപകൻ പറയുന്നു, നമുക്കൊരു വഴി കാട്ടിത്തരുന്നു, കൃത്യമായി നമ്മളോട് പറയുന്നു ഇന്ന രീതിയിൽ പോകണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ഇതിനെ ഓരോ പദാവലികളെയും ഛേദിച്ചെടുക്കണം, വിഭജിച്ചെടുക്കണം. വിഭജിച്ചെടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് പൂർണ്ണമായ ഒരു അർത്ഥം ലഭിക്കും. ആ പൂർണ്ണമായ അർത്ഥം ലഭിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് നിങ്ങളുടെ അധ്യാപകൻ നിങ്ങൾക്ക് എന്ത് പറഞ്ഞു തരുന്നോ അതിനെയും കൂടെ ചേർത്ത് വെച്ച് പഠിക്കണം. അതാണ് ഇവിടെ ഇതിനകത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം. ഇനി മഹാദിവ്യ ദേവേശൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദിവ്യമായിരിക്കുന്ന ഒരു ദേശത്തിന് അധിപതിയായിരിക്കുന്നവളെ, മഹാദിവ്യമായിരിക്കുന്ന അനുപമമായ ദിവ്യത്വത്തോടു കൂടിയിരിക്കുന്ന ദേവേശന്, എല്ലാ ദേവതകൾക്കും ഈശയായി വസിക്കുന്നവളെ, ഗൗരീശ ശംഭോ. ഗൗരീശൻ എന്ന് പറഞ്ഞാൽ ആരാണ്? പരമേശ്വരൻ, മഹാദിവ്യ ദേവേശൻ. അപ്പൊ ഇതെവിടെയാണ്? ഇത് കൈലാസം തന്നെ ആയിരിക്കും അല്ലേ? മഹാദിവ്യ ദേവേശനാണ്. ദിവ്യദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗൗരീശന്റെ ആലയമായിരിക്കുന്ന കൈലാസമായിരിക്കാണത്. ശംഭോ, അല്ലയോ ഭഗവാനെ, ശംഭോ ശിവ. മഹാമായ, ഞാൻ ഇവിടെ ഈ കാണുന്നതെല്ലാം മഹാമായയാണ്. നമ്മൾ കഴിഞ്ഞ ഈ ശ്ലോകത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളൊക്കെ തന്നെ ഒരു മായക്കാഴ്ചകളാണ് ഇല്ലേ? എന്താണ്? പുളച്ചും സമസ്ത പ്രപഞ്ചം സൃജിച്ചും ഭജിച്ചും മുദാസംഹരിച്ചും രസിച്ചും അങ്ങനെ പോകുന്ന ഒരു ദിവ്യമായ ഒരു കാഴ്ചയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ മായയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ എന്താ സംഭവിക്കുന്നത്? സമസ്ത പ്രപഞ്ചം സൃജിച്ചും ഭരിച്ചും സുമുദാസംഹരിച്ചും രസിച്ചും രമിച്ചും കളിച്ചും പുളച്ചും മഹാഘോരഘോരം വിളിച്ചും മമാനന്ദ ദേശേ വസിച്ചും. ഭഗവതിയുടെ ആ ഒരു തിരുസ്വരൂപം എന്താണ്? തന്റെ ബാഹ്യദേശത്തിലേക്ക്, നമ്മുടെ ബോധമണ്ഡലത്തിന്റെ ബാഹ്യപ്രപഞ്ചത്തിലേക്ക് ഭഗവതി ഈ പ്രപഞ്ചമായി വിടർന്ന് വിരാജിച്ച് നിൽക്കുമ്പോൾ തന്നെ, അപ്പോൾ തന്നെ അവൾ നിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നു. ഇതൊരു വലിയ, നിന്റെ ഉള്ളിൽ നിന്ന് വിരാജിക്കുന്നതും ഈ നടനമാടുന്നതും അവൾ തന്നെയാണ്. പുറമേ ഈ ലോകമായി വിടർന്ന് വിരാജിച്ചു നിൽക്കുന്നതും അവൾ തന്നെ. ഈ പ്രപഞ്ചത്തെ അറിഞ്ഞനുഭവിക്കുന്നവളായി നിന്റെ ഉള്ളിൽ പ്രകാശിക്കുന്നവളും അവൾ തന്നെ. അങ്ങനെ ഇതൊരു മായ കാഴ്ചയാണ്. ഈ നാടകം എന്ന് പറയുന്നത് ഒരു മായാ നാടകമാണിത്. നമുക്കൊരിക്കലും ചിന്തിക്കാനോ അല്ലെങ്കിൽ ഇതിന്റെ ആദിയും അന്തവും കണ്ടെത്താനോ ഇതിനെ നമുക്ക് നിർദ്ധാരണം ചെയ്ത് മനസ്സിലാക്കാനോ കഴിയാത്ത വിധത്തിൽ സൃഷ്ടിയും സൃഷ്ടാവും സൃഷ്ടിജാലവും സൃഷ്ടിക്കുള്ള സാമഗ്രിയായി വർത്തിക്കുന്ന ഭഗവതിയാണ് ഇവിടെ നമുക്ക് പരിചയപ്പെടുത്തി തരിക. അവൾ തന്നെയാണ് സൃഷ്ടി, അവൾ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. സൃഷ്ടിജാലം അവൾ തന്നെയാണ്. അവളാണ് സൃഷ്ടിക്കുള്ള സാമഗ്രിയായി വർത്തിക്കുന്നത് അവൾ തന്നെയാണ്. ആലോചിച്ച് നോക്കുക. നമുക്ക് നമ്മുടെ പരിമിതമായ ബോധത്തിന്, ചിന്തയ്ക്ക്, ബുദ്ധിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിലുള്ള സങ്കീർണതയുടെ ഉടമയാണ് ആര്? ഭഗവതി എന്ന് നമ്മൾ ഓർത്തുകൊള്ളുക. അവളുടെ വൈഭവത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആ കൈവല്യ രൂപം നമുക്ക് എപ്രകാരമാണ് മനസ്സിലാക്കാൻ കഴിയുക? ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? തെളിഞ്ഞും പറഞ്ഞും തുളുമ്പും പ്രപഞ്ചം തുളഞ്ഞുള്ളിൽ എള്ളോളമുള്ളായിരുന്നും തിരിഞ്ഞും പിരിഞ്ഞും മഹാനന്ദധാരാം ചൊരിഞ്ഞും പദാംബോജ ഭക്തർക്ക് നിത്യം. എന്തെല്ലാം സൃഷ്ടി വൈഭവങ്ങളിലൂടെയാണ് ഭഗവതി കടന്നു പോകുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ അകത്തും പുറത്തും നിറഞ്ഞിരുന്നുകൊണ്ട് അവന്റെ ജീവിതത്തിന്റെ സന്തോഷങ്ങളും ദുഃഖങ്ങളും അത്ഭുതങ്ങളും അതിശയങ്ങളും നഷ്ടങ്ങളും ലാഭങ്ങളും സുഖങ്ങളും ദുഃഖങ്ങളും എല്ലാം തന്നുകൊണ്ടും അതെല്ലാം പരിഹരിച്ചുകൊണ്ടും അതിനെയെല്ലാം സംരക്ഷിച്ചുകൊണ്ടും ഭഗവതി ഇങ്ങനെ ഇവിടെ വിരാജിക്കുകയാണ്. ഈ നാടകം ആടി തിമർക്കുകയാണ് അവൾ. അപ്പൊ ഇവിടെ പറയുകയാണ്, മഹാദിവ്യദേവേശ ഗൗരീശ ശംഭോ, അല്ലയോ ഭഗവാനെ, നിന്റെ വൈഭവമാണിതെല്ലാം. ആരാണ്? ഈ പരാശക്തിയായിരിക്കുന്ന ദേവി കാട്ടിക്കൂട്ടുന്നതൊക്കെ നമുക്ക് അറിയാനും അനുഭവിക്കാനും തിരിച്ചറിയാനും കഴിയാതെ പോകുന്നല്ലോ. നിൻ വൈഭവം ചിന്തനീയം. ഇവിടെ ചിന്തനീയം എന്ന് പറയുമ്പോഴെന്താണ്? ചിന്തിക്കാവുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ ചിന്തകൾക്കും അപ്പുറത്താണ്, എൻ്റെ സങ്കല്പങ്ങൾക്കും അപ്പുറത്താണ്, എൻ്റെ പ്രതീക്ഷകൾക്കും അപ്പുറത്താണ് ഭഗവാനെ നിന്റെ ഈ വൈഭവം. ഇവിടെ ദേവിയെ, കാളിയെ നാം ഇവിടെ കാണുമ്പോൾ തന്നെ അവിടെ പരമേശ്വരനും ഇതാ പ്രത്യക്ഷപ്പെട്ടു നിൽക്കുന്നു. ഭഗവാന്റെ അടുത്തും തൻ്റെ ഈ അത്ഭുതകരമായ കാഴ്ചകളെക്കുറിച്ചുള്ള ആശയങ്ങളും ആശങ്കകളും പങ്കുവയ്ക്കുകയാണ്. അടിക്കുള്ളു തോണ്ടിപ്പറിച്ചമ്പരാന്തം നടുക്കം കൊടുക്കുന്ന. ഇവിടെ നോക്കുക, ഇവിടെ ഭഗവതിയുടെ ശബ്ദം ഭഗവതിയിൽ നിന്ന് പുറപ്പെടുകയാണ്. ഘോരമായ ഒരു ശബ്ദം ഭഗവതിയിൽ നിന്ന് പുറപ്പെടുകയാണ്. എവിടെ നിന്നാണ് പുറപ്പെടുന്നത്? അടിക്കുള്ളു തോണ്ടിപ്പറിച്ചുകൊണ്ടാണ് ആ ശബ്ദം വരിക. അടിക്കുള്ളു നോക്കണം. ഇവിടെ ഭാഷാപരമായ പ്രയോഗം നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു നോക്കണം. കാരണം
ഇത് ഒരു അനുഭവത്തിന്റെ കഥ നമുക്ക് പറഞ്ഞു തരുമ്പോൾ അതിൻ്റെ പൂർണ്ണമായ വ്യാപ്തി, പൂർണ്ണമായ ആശയം നമുക്ക് മനസ്സിലാകത്തക്ക വിധത്തിൽ തന്നെയാണ് ഭഗവാൻ അടി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ബോധത്തിന്റെ, അറിവിന്റെ, അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ ഏറ്റവും അടിത്തട്ട് വരെ പോയിരിക്കുകയാണ്. പക്ഷെ എവിടെ അവിടെയും കൂടെ അല്പം കൂടെ തോണ്ടിപ്പറിച്ചു. ആ ഉള്ളിന്റെ ഏറ്റവും അടിസ്ഥാനത്തിന്റെ അതിന്റെ ഉള്ളിലേക്കും പ്രവേശിച്ചു, അടിക്കുള്ളു തോണ്ടിപ്പറിച്ചു. ആ ശബ്ദം അവിടെ നിന്നാണ് വരിക. ഞാനിവിടെ നമ്മുടെ വേദാന്ത പദപരിചയം പഠനം നടത്തുമ്പോഴൊക്കെ നമ്മളിവിടെ പറയാറുണ്ട്, നമ്മുടെ ശബ്ദം വരുന്നത് എവിടെ? എന്താണ്? ശബ്ദമില്ലായ്മയിൽ നിന്നാണ് നമ്മുടെ ശബ്ദം വരുന്നത്. ഈ ശബ്ദത്തിന്റെ എല്ലാം പുറപ്പെടുന്ന സ്ഥലം എവിടെയാണ്? ശബ്ദമില്ലായ്മ, നിശബ്ദതയിൽ നിന്നാണ്, മൗനത്തിൽ നിന്നാണ് ശബ്ദം ഉണ്ടാകുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മുടെ നമ്മുടെ ഈ അവസ്ഥയിൽ നമ്മുടെ ഈ ശബ്ദം, ഞാനിപ്പോൾ നമ്മുടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ശബ്ദങ്ങൾ പുറപ്പെടുന്നത് എൻ്റെ നാവിൽ നിന്നാണെങ്കിലും അതിൻ്റെ ഉത്ഭവം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൂലാധാരത്തിൽ നിന്നാണ് അതിൻ്റെ ശബ്ദത്തിന്റെ ഉത്ഭവസ്ഥാനം എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ആ കുണ്ടലിനി ശക്തിയുടെ ചലനത്തിലൂടെയാണ് ഈ ശബ്ദത്തിന്റെ ആദ്യ തരംഗങ്ങൾ ഉണ്ടാകുക. അത് നമ്മുടെ നാവിലൂടെ പുറത്തേക്ക് പോകുന്നു, നമ്മുടെ വായിലൂടെ അത് പുറത്തേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ഈ ശബ്ദത്തിന്റെ ആരംഭം അവിടെ നിന്നാണ്. അതുകൊണ്ട് ഇവിടെ ഭഗവതി പറയുകയാണ്, അടിക്കുള്ളു തോണ്ടിപ്പറിച്ച് അവിടെ നിന്നാണ് ഈ ശബ്ദം വരുന്നത്. പക്ഷെ ഇത് എവിടെ വരെ എത്തും ഈ ശബ്ദം? അമ്പരാന്തം. അമ്പരം എന്ന് പറഞ്ഞാല് ആകാശം, ആകാശത്തിന്റെ അതിരുകളോളം എത്തുന്നതാണ് ഈ ശബ്ദം. നോക്കുക, എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? അടിക്ക് ഉള്ളു തോണ്ടി പറിച്ചുകൊണ്ട് പുറക്കുന്ന ഭഗവതിയുടെ ഈ ശബ്ദം എവിടേക്കാണ് എത്തുക? ഈ ആകാശത്തിന്റെ അതിരുകളെ ഭേദിച്ചുകൊണ്ട് അതിന്റെ അന്ത്യത്തോളം എത്തുന്നു ഈ ശബ്ദം. മഹാമായയാണ് നിൻ വൈഭവം എന്ന് പറഞ്ഞിട്ട് പറയാണ്, അടിക്കുള്ളു തോണ്ടിപ്പറിച്ച് അമ്പരാന്തം നടുക്കം കൊടുക്കുന്നു. നോക്ക്, ഈ ആകാശത്തിന്റെ പരിധികളോളം നടുങ്ങുകയാണ് ഭഗവതിയിൽ നിന്ന് ഈ ശബ്ദം വരുമ്പോൾ. എത്ര ഘോരമാണ് ശബ്ദം! ഈ ശബ്ദത്തിന്റെ രൂക്ഷത നമുക്ക് വരാൻ പോകുന്ന ഓരോ നാടക രംഗങ്ങളിലും നമുക്ക് ഇതിനേക്കാളും രൂക്ഷമായ ശബ്ദങ്ങൾ ഭഗവതിയിൽ നിന്ന് പുറപ്പെടുന്നതായിട്ട് ഭഗവാൻ ഇവിടെ നാരായണഗുരു പരമഹംസദേവൻ പറയുന്നുണ്ട്. നടുക്കം കൊടുക്കുന്ന മന്ദാകിനി. എന്താണ്? സ്വർഗഗംഗ പോലും നടുങ്ങിപ്പോവുകയാണ് ഭഗവതിയുടെ ഈ ശബ്ദം ഭഗവതിയിൽ നിന്ന് പുറപ്പെടുമ്പോൾ. ഇത് ആകാശത്തിന്റെ അതിരുകളെ ഭേദിച്ചു പോകുന്നു. ആകാശഗംഗ പോലും നടുങ്ങിപ്പോകുന്നു. അമ്പരാന്തം നടുക്കം കൊടുക്കുന്ന മന്ദാകിനിക്ക് അടക്കം കൊടുപ്പാൻ ഇടം പെട്ടിരിക്കും. എന്താണ്? ഈ ആകാശഗംഗയെ പോലും അടക്കി വസിക്കുന്നത് ആരാണ്? പരമേശ്വരനാണ്. ആ തിരുജടയ്ക്കുള്ളിലേക്കാണ് ഈ ഭഗവതിയുടെ നിന്നും പുറപ്പെടുന്ന ശബ്ദത്തിന്റെ ഗാംഭീര്യത്താൽ നടുങ്ങിപ്പോകുന്ന ഗംഗ ആരുടെ ജടയിലാണ് സുരക്ഷിതനായി വസിക്കുന്നത്? ശ്രീ പരമേശ്വരന്റെ ജടയിലാണ് ഈ ഗംഗ പോലും വസിക്കുന്നത്. നോക്കുക, ഭഗവതിയുടെ ഈ പ്രപഞ്ചം പ്രചണ്ഡമായ കുലുങ്ങത്തങ്ക വിധത്തിൽ പുറപ്പെടുന്ന ശബ്ദത്തെ പോലും പിടിച്ചു നിർത്താൻ കരുത്തുള്ളതാണ് ആര്? പരമേശ്വരന്റെ തിരുജട എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. ഇവിടെയാണ് ഭഗവാന്റെ മഹിമയാണ് ഇവിടെ വാഴ്ത്തുക. ഭഗവതിയെ വാഴ്ത്തിക്കൊണ്ട് ഇവിടെ വരുമ്പോഴേ ഭഗവാന്റെ മഹിമയിലേക്ക് അറിയാതെ മഹാഗുരുവിന്റെ വാക്കുകളും വചനങ്ങളും സാക്ഷ്യങ്ങളും കടന്നു പോവുകയാണ്. അടക്കം കൊടുപ്പാൻ ഇടം പെട്ടിരിക്കും ജടയ്ക്ക്. നോക്കുക, ഈ നടുങ്ങിപ്പോകുന്ന ഈ ഗംഗയെ ആരാണ് അവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്? സുരക്ഷിതമായിട്ട് ഭഗവാന്റെ തിരുജടയ്ക്കുള്ളിൽ അത് സുരക്ഷിതമായി അവിടെ ഇരിക്കുകയാണ്. അടക്കം കൊടുപ്പാൻ ഇടം പെട്ടിരിക്കും ജടയ്ക്ക്. ആ ജടയ്ക്ക് എന്താണ് ആഭരണമായി നിൽക്കുന്നത്? അമ്പിളിത്തല്ല്. എന്താണ് അമ്പിളിത്തല്ല് എന്ന് പറഞ്ഞാല്? അമ്പിളിക്കല. ചെറിയ ഒരു അമ്പിളിക്കലയുണ്ടല്ലോ, ഒരു എള്ളിന്റെ പൂവ് ആകാശത്ത് ഇട്ടേക്കുന്നത് പോലെ ഭഗവാൻ ഒരു ചന്ദ്രക്കല നമുക്ക് പലപ്പോഴും കാണാൻ പറ്റും ആകാശത്ത്. ഭഗവാന്റെ തിരുജടയിലെ ഒരാഭരണമാണ് ഇത്, ഈ അമ്പിളിക്കല. അമ്പിളിക്കല്ലും വിലോല ചലദ്ഭംഗ മന്ദാര മാണിക്യമാല. എന്താണ് തിരുജടയെ അലങ്കരിച്ചിരിക്കുന്നത്? ആ തിരുജടയെ അലങ്കരിച്ചിരിക്കുന്നത് ഗംഗയാണ്. ആ ജടയ്ക്ക് അലങ്കാരമായി തീർന്നിരിക്കുന്ന അമ്പിളിക്കലയാണ്. ആകാശത്ത് നമ്മൾ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ അമ്പിളിക്കല കാണുന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ എന്താണ് ചിന്തിക്കേണ്ടത്? ഭഗവാന്റെ തിരുജടയിൽ അണിഞ്ഞിരിക്കുന്ന ആഭരണമായിട്ടാണ് അമ്പിളിക്കല അവിടെ നിൽക്കുന്നത്.
അമ്പിളിത്തെല്ലും എല്ലും വിലോല ചലദ്ഭംഗ മന്ദാര മാണിക്യമാല. വിലോലമായിരിക്കുന്ന, ചലനം കൊള്ളുന്ന, എന്താണ്, ചലിച്ചുകൊണ്ടിരിക്കുന്ന, ആടിക്കൊണ്ടിരിക്കുന്ന, വളരെ മന്ദമായി ആടിക്കൊണ്ടിരിക്കുന്ന മന്ദാരം പൂവും മാണിക്യവും ചേർത്തുകൊണ്ട് നെയ്തെടുത്തിരിക്കുന്ന, കോർത്തെടുത്തിരിക്കുന്ന ഒരു മാല, മന്ദാരവും മാണിക്യവും ചേർത്ത് കോർത്തെടുത്തിരിക്കുന്ന ഒരു മാല ഭഗവാന്റെ തിരുജടയിൽ ഇങ്ങനെ ആഭരണമായി നിൽക്കുന്നു. അത് മാത്രമാണോ ആ തിരുജടയ്ക്ക് ആഭരണമായി നിൽക്കുന്നത്? അത് മാത്രമല്ല, അപ്പുറത്തുള്ള മാലാവലിക്ക് അപ്പുറത്തുള്ള രത്നവും പതിച്ചിട്ടുണ്ട്. മന്ദാര മാണിക്യ രത്നവും പതിച്ചുകൊണ്ട് ഒരു പൊൻകിരീടമുണ്ട്. ആർക്ക്? ഭഗവാന്. രത്നം പതിച്ച് ഉജ്ജ്വലിച്ച് ഉത്തരംഗീകൃതം പൊൻകിരീടം പരം പഞ്ചമിചന്ദ്രനും തോറ്റുപോയി. അവിടെ പറയുകയാണ്, ഈ പഞ്ചമിചന്ദ്രനെ പോലും തോറ്റുപോകുന്നു. സൗന്ദര്യ മത്സരം. പഞ്ചമിചന്ദ്രനും ഈ മാലയും ഈ തിരുജടയും ഈ തൃക്കിരീടങ്ങളും ഒക്കെ തമ്മിലൊരു സൗന്ദര്യ മത്സരം നടക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കുക. ഞാനാണ് സുന്ദരൻ എന്നുള്ളൊരു മത്സരം നടന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇതിനെയൊക്കെയും തോറ്റുപോയി തിരയ്ക്കപ്പുറം കുറ്റമില്ലെന്ന് തേറി തിറം വിട്ട് കപ്പം കൊടുക്കുന്ന നെറ്റി. ഭഗവതിയുടെ തിരുനെറ്റിയെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഭഗവാന്റെ ഇത്രമാത്രം അലങ്കാര വിഭൂഷിതമായിരിക്കുന്ന തിരുജടയും തിരുശിരസും തിരുനെറ്റിയും ഒക്കെ അലങ്കരിച്ച് കാണപ്പെടുന്ന ഭഗവാന്റെ ആ തിരുകേശത്തിന് അപ്പുറത്തുള്ള സൗന്ദര്യമാണ് ഭഗവതിയുടെ തിരുനെറ്റിത്തടത്തിന്. എന്നൊക്കെ ഇവിടെ ഈ സൗന്ദര്യ മത്സരത്തിൽ ഭഗവാനെയും ഭഗവതിയും കൂടെ ചേർത്ത് വെച്ചു, പരമേശ്വരനെയും ഭഗവതിയും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു താരതമ്യ പഠനമാണ് നടത്തുക. ഭഗവാന്റെ തിരുജടയെ അലങ്കരിച്ചിരിക്കുന്ന മാലകളും അവിടെ അലങ്കരിച്ചിരിക്കുന്ന ഗംഗയും ഒക്കെ നിങ്ങൾ നോക്കുക. അതിനേക്കാൾ എത്രയോ മനോഹരമാണ് ഭഗവതിയുടെ തിരുനെറ്റി തടത്തിൽ നിന്ന് പ്രകാശിക്കുന്ന ആ സൗന്ദര്യവർഷം. അപ്പുറത്തുള്ള രത്നം പതിച്ച് ഉജ്ജ്വലിക്കുകയാണ് ഉത്തരംഗീകൃതം പൊൻകിരീടം. ആ പൊൻകിരീടത്തേക്കാൾ വളരെ മനോഹരമാണ് പരം പഞ്ചമി ചന്ദ്രനും തോറ്റുപോകും. നമുക്കറിയാം, പഞ്ചമി ദിനത്തില് ആകാശത്ത് വന്ന് ഉദിച്ചു നിൽക്കുന്ന നക്ഷത്രങ്ങൾക്ക് എത്രമാത്രം ശോഭയുണ്ടെന്ന് നമുക്കറിയാം. ആ വെളുത്ത പക്ഷത്തിലെ ആകാശത്തില്, തെളിഞ്ഞ ആകാശത്തിലെ പ്രഭ പടർത്തിക്കൊണ്ട് വിടർന്നു നിൽക്കുന്ന ആ ചന്ദ്രക്കലയുടെ സൗന്ദര്യം, അത് ഈ ഭൂമിയിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുന്ന തണുത്ത പ്രകാശവും ആ തെളിഞ്ഞ ആകാശവും അവിടെ വിരാജിച്ചു നിൽക്കുന്ന ചന്ദ്രന്റെ ശോഭയും ഒക്കെ നോക്കുക. നമ്മുടെ ഒരു ഭാവനാത്മകമായ ഒരു ചിന്തയിലും ഒരു വീക്ഷണത്തിലും നമുക്ക് ഏറ്റവും സൗന്ദര്യമുള്ളത് ആ കാഴ്ചയാണെങ്കിൽ ഇവിടെ പറയുകയാണ് അതൊന്നുമല്ല. ഒരു സൗന്ദര്യ മത്സരത്തില് ഭഗവതിയുടെ സൗന്ദര്യത്തിന്റെ മുമ്പിൽ ഇതൊന്നും ഒന്നുമേ അല്ല. പൊൻകിരീടം പരം പഞ്ചമിചന്ദ്രനും തോറ്റുപോകും. തിരയ്ക്കപ്പുറം എന്താണ്? ഈ തിരയ്ക്കപ്പുറം, ഈ തിരശീലയ്ക്കപ്പുറത്ത് എന്താണ് സംഭവിച്ചു? തിരയ്ക്കപ്പുറം കുറ്റമില്ലെന്നു തേറി അന്വേഷിക്കുക. നിങ്ങൾ തേറി നോക്കുക. നിങ്ങൾ കുറ്റമുണ്ടോ എന്ന് തേറി അന്വേഷിച്ച് നടക്കുക. സൗന്ദര്യത്തിലെ പൂർണ്ണമായ സൗന്ദര്യത്തിന് നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക എന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ച് ഇങ്ങനെ തേറി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? തിറം വിട്ടു കപ്പം കൊടുക്കുന്ന നെറ്റി. തിറം. അപ്പോൾ നിങ്ങളവിടെ നിങ്ങളുടെ എല്ലാ സാമർഥ്യങ്ങളും നിങ്ങളുടെ എല്ലാ അവകാശവാദങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. അനവധി സമ്പൂർണ്ണ സൗന്ദര്യത്തിന്റെ ഉറവിടങ്ങളായ പലതും ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് നിങ്ങൾ അവകാശപ്പെടാൻ നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ അതെല്ലാം നിങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും. ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ സൗന്ദര്യ വസ്തുക്കളെക്കാൾ ഏറ്റവും സൗന്ദര്യാത്മകമായ ഒന്നിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. തിറം വിട്ട് കപ്പം കൊടുക്കും. അവർക്ക് എന്ത് ചെയ്യും? അവർക്കെല്ലാം കപ്പം കൊടുക്കേണ്ടി വരും. നമ്മൾ ഓരോരുത്തരും ഈ നിലവിൽ നമ്മുടെ പ്രപഞ്ചത്തിൽ ഏറ്റവും സുന്ദരമാണെന്ന് നാം അവകാശപ്പെടുന്ന ഓരോന്നും ആർക്ക് കപ്പം കൊടുക്കേണ്ടി വരും? ഭഗവതിയുടെ തിരുനെറ്റിക്കുറിക്കുള്ളിൽ വീണാഴി ഏഴാമരഞ്ഞാണരയ്ക്കെന്നോഹം ചാർത്ത മുറിവീ മണാളൻ. ഇവിടെ പറയുകയാണ്, വീണാഴി ഏഴാം അരഞ്ഞാൺ അരയ്ക്കെന്നോഹം ചാർത്ത മുറിവീ മണാളൻ. ഇവിടെ വീണുപോകും. വീണുപോയാൽ എന്താ സംഭവിക്കുക?
7 സപ്തസാഗരങ്ങളും ഭൂമിക്ക് കെട്ടിയിരിക്കുന്ന ഒരു അരഞ്ഞാണാണെന്ന് നിങ്ങൾ വിചാരിക്കുക. ഈ പ്രപഞ്ചത്തിന് കെട്ടിയിരിക്കുന്ന ഒരു അരഞ്ഞാണാണെന്ന് നിങ്ങൾ വിചാരിക്കുക. അതിനേക്കാൾ മനോഹരമായിരിക്കുന്നു ഇത്. എന്താണ്? തിറം വിട്ട് കപ്പം കൊടുക്കുന്ന നെറ്റിക്കുറിക്കുള്ളിൽ, ആ നെറ്റിക്കുറിക്കുള്ളിൽ വീണ് ആഴി 7 അരഞ്ഞാണരയ്ക്കന്നോഹം ചാർത്തും ഉർവീ മണാളൻ. ഇതൊക്കെ ചാർത്തിക്കൊണ്ടിരിക്കുന്ന ഉർവിയുടെ മണാളനായിരിക്കുന്ന പരമേശ്വരൻ. ഉർവിയുടെ മണാളന്മാരായിരിക്കുന്ന ആരാണ്? മണവാണന്മാര്, ഉർവിയുടെ ഉടമകളായിരിക്കുന്നവർ, ഈ പ്രപഞ്ചത്തിന് അധികാരികളായിരിക്കുന്നവർ ആരൊക്കെയാണ്? 3 പേരുണ്ട്. ആരാണ്? മഹാദേവനും ബ്രഹ്മനും മുൻപരായോരഹോ. മഹാദേവനും മഹാവിഷ്ണുവും. ഉർവി മണാളൻ മഹാവിഷ്ണു, മഹാദേവൻ പരമേശ്വരൻ, ബ്രഹ്മാവ്. ഈ 3 പേരാണ് ഈ പ്രപഞ്ചത്തിന് അധിപതിയായിട്ടുള്ളവർ. പറയുകയാണ്, ഉർവി എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം ഭൂമി എന്നാണ്. മണാളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉർവി മണാളൻ എന്ന് പറയുന്നത് ആരാണ്? മഹാവിഷ്ണുവാണ്. മഹാദേവൻ പരമേശ്വരനാണ്. ബ്രഹ്മൻ ബ്രഹ്മാവാണ്. ഇവരൊക്കെയാണ് ഈ പ്രപഞ്ചത്തിന്റെ സർവ്വ സൗന്ദര്യങ്ങളുടെയും ഉടമകളായിരിക്കുന്നവർ എന്ന് നാം അവകാശപ്പെടുകയാണ്. തിറംപെട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മായയിൽ പെട്ടിരിക്കുന്നു ചിത്രം. നമ്മൾ മായയിൽ പെട്ടിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇതെല്ലാം ദേവിയുടെ, ആ മഹാശക്തിയുടെ മായ മാത്രമാണ്. ഈ ബ്രഹ്മനും ഈ മഹാവിഷ്ണുവും പരമേശ്വരനും ഒക്കെയായി ആടിത്തിമർക്കുന്ന ഈ നാടകം ആരുടെ മായയാണ്? ആ ആദി പരാശക്തിയായിരിക്കുന്ന ദേവിയുടെ മായാലീലകൾ മാത്രമാണ് ഇതൊക്കെ. നോക്കുക, ഇവിടെ സർവദേവതാ സങ്കല്പങ്ങളുടെയും ദേവതയായിട്ട്, ഇവിടെ മഹാശക്തിയായിട്ട്, പരാശക്തിയായിട്ട് ദേവിയുടെ സ്വരൂപത്തെ ഭഗവാൻ ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കുകയാണ്. നമ്മൾ ആദ്യം തന്നെ കണ്ടു, ഈ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ സർവ്വദേവന്മാരും ഭഗവതിയുടെ അനുഗ്രഹത്തിനായി വന്നു നിൽക്കുന്ന കാഴ്ചയും നമ്മൾ കഴിഞ്ഞ ഏതാനും ശ്ലോകങ്ങളിലൂടെ നമ്മൾ കാണുകയും ഉണ്ടായി. ഇതാണ് അതിൽ നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുക. അന്നോഹം ചാർത്തുമുർവീ മണാളൻ മഹാദേവനും ബ്രഹ്മനും മുൻപരായോരഹോ മായയിൽപ്പെട്ടിരിക്കുന്നു ചിത്രം. ഇതാണ് നമ്മുടെ ഈ ഒരു, അത് എത്ര ഏരിയാണ്? 1, 2, ഒരു 17 വരികളെ നമ്മളിപ്പോഴ് ഒരു ഖണ്ഡിക പോലെ ആക്കിക്കൊണ്ടാണ് നമ്മൾ അത്രയും അതിനൊരു അർത്ഥം നമ്മളിവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്. മഹാദിവ്യ ദേവേശ ഗൗരീശ ശംഭോ മഹാമായ നിൻവൈഭവം ചിന്തനീയം. അടിക്കുള്ളു തോണ്ടിപ്പറിച്ചമ്പരാന്തം നടുക്കം കൊടുക്കുന്ന മന്ദാകിനിക്കിങ്ങടക്കം കൊടുപ്പാനിടം പെട്ടിരിക്കും ജടയ്ക്കം വിളിത്തെല്ലും എല്ലും വിലോലച്ചലദ്ബന്ധ ഭംഗ മന്ദാരമാണിക്യമാലാവിലയ്ക്കപ്പുറത്തുള്ള രത്നം പതിച്ച് ഉജ്ജ്വലിച്ച് ഉത്തരംഗീകൃതം പൊൻകിരീടം പരം പഞ്ചമിചന്ദ്രനും തോറ്റുപോയി തിരയ്ക്കപ്പുറം കുറ്റമില്ലെന്നു തേറിത്തിറം വിട്ടു കപ്പം കൊടുക്കുന്ന നെറ്റിക്കുറിക്കുള്ളിൽ വീണാഴി 7 അരഞ്ഞാണരയ്ക്കൊന്നഹം ചാർത്തുമുർവീ മണാളൻ മഹാദേവനും ബ്രഹ്മനും മുൻപരായോരഹോ. നോക്കുക, ഈ ബ്രഹ്മാവിനും മഹാവിഷ്ണുവിനും പരമേശ്വരനും മുൻപരായിട്ടുള്ളവർ ഉണ്ടോ? അവരും ആരിലാണ്? ഈ മായയിൽ പെട്ടിരിക്കുന്നു, ഈ പരാശക്തിയുടെ മായയിൽ പെട്ടിരിക്കുന്നു, കാളിയുടെ ഈ നാടകത്തിൽ പെട്ടിരിക്കുകയാണ്. ഈ നാടകത്തിലെ കഥാപാത്രങ്ങൾ മാത്രമാണ് ആര്? ഈ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ. മറ്റു ദേവതകളൊക്കെ തന്നെയും മഹാകാളി രചിച്ചിരിക്കുന്ന ഈ നാടകത്തിലെ കഥാപാത്രങ്ങളായിട്ട് നമ്മുടെ മുമ്പിൽ വന്ന് ആടിത്തിമർക്കുകയാണ് എന്നത് നാം അറിഞ്ഞുകൊള്ളുക. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒരു കഥയുണ്ട് അല്ലേ? അവിടെ എന്താണ്? നാം നമ്മുടെ പ്രാർത്ഥനയിലും ഉപാസനയിലും നമ്മുടെ ധ്യാനത്തിലും നമ്മുടെ മനനങ്ങളിലും നാം നമ്മുടെ വിശ്വാസം സമർപ്പിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു തിരിച്ചറിവാണെന്ന് ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞു. അപ്പൊ ഇവിടെ ഭഗവാൻ നിങ്ങൾക്ക് തരുന്ന ഓരോ ദേവതാ സങ്കല്പങ്ങളെയും നിങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുക എന്താണ്? ആ ഒരേ ഒരു ദേവതയെ ഉള്ളു, ദേവാദിദേവന്മാരായിരിക്കുന്ന ഒരേ ഒരു ദേവതയെ ഉള്ളു എന്നുള്ള ഒരു സന്ദേശമാണ് ഭഗവാൻ നമുക്ക് തരിക. നിങ്ങൾ മഹാവിഷ്ണുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ, നിങ്ങൾ ശിവനെ കുറിച്ച് പഠിക്കുമ്പോൾ, നിങ്ങൾ സുബ്രഹ്മണ്യനെ കുറിച്ച് പഠിക്കുമ്പോൾ, നിങ്ങൾ വിനായകനെ കുറിച്ച് പഠിക്കുമ്പോൾ ഒക്കെ തന്നെ, മഹാവിഷ്ണുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഒക്കെ തന്നെ പറയുമ്പോഴൊക്കെ തന്നെ ഭഗവാൻ ഒരു ദൈവം, ഒരു ജാതിയെന്നും ഒരു മതമെന്നും ഒരു ദൈവമെന്നും ഉദ്ഘോഷിച്ച മഹാഗുരുവിന്റെ ദേവതാ സങ്കല്പം ഏത് ദേവതയെ കുറിച്ചാണോ പറയുന്നത് ആ ദേവതയിൽ ആരോപിക്കും മഹാഗുരു.
മഹാഗുരു മഹാവിഷ്ണുവിനെ കുറിച്ച് പറയുമ്പോൾ ആ ഒരൊറ്റ ദേവതയാണ് ദൈവമായി മാറുക. ആ ഒരൊറ്റ ദേവതയാണ് ദൈവമായി മാറുക. ആ ഗുരു തന്നെയാണ് ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം സുബ്രഹ്മണ്യനെ കുറിച്ച് കീർത്തനം ചെയ്യുമ്പോൾ അർക്കബിംബം ഒരാറുദിച്ചുയരുന്ന പോലെ വിളങ്ങിടും തൃക്കടിയുടെ ജടയ്ക്കിടയ്ക്ക് അരവങ്ങൾ അമ്പിളി തുമ്പയും എന്ന് പറഞ്ഞുകൊണ്ട് ദേവാദിദേവനായി ഈ സമസ്ത ലോകത്തിൻ്റെയും അധികാരിയായി, ഉടമയായി, പ്രഭുവായി, വിഭുവായി ആ ദേവതയെ നമുക്ക് പരിചയപ്പെടുത്തി തരിക. അപ്പൊ ഇവിടെ എന്താണ് നമ്മുടെ വിശ്വാസം? നമ്മുടെ പ്രാർത്ഥന ഏത് ദേവതയിലാണോ നമ്മൾ സമർപ്പിക്കുന്നത് ആ ദേവതയെ ഒരേ ഒരു ദേവതയായി നാം കണ്ട് ഉപാസിക്കാനാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. നിങ്ങൾക്കിതിൽ ഏത് ദേവതയെ വേണമെങ്കിലും സ്വീകരിക്കാം. ഏത് ദേവതയെ വേണമെങ്കിലും മഹാവിഷ്ണുവിനെ സ്വീകരിക്കാം, ശ്രീകൃഷ്ണനെ സ്വീകരിക്കാം, വിനായകനെ സ്വീകരിക്കാം, സുബ്രഹ്മണ്യനെ സ്വീകരിക്കാം, പരമശിവനെ സ്വീകരിക്കാം, ദേവിയെ സ്വീകരിക്കാം. ഈ ദേവതകളെ ആരെ വേണമെങ്കിലും സ്വീകരിക്കാം. ആ ഒരു ദേവത മാത്രമേ നിങ്ങളുടെ ദേവതയാകാവൂ. നിങ്ങളുടെ പ്രാർത്ഥനാ വേളകളിൽ നിങ്ങൾ ഏത് ദേവതയെ ആരാധിക്കുന്നുണ്ടോ ആ ദേവതയാണ് എല്ലാ ദേവന്റെയും ദേവനെയും ഭവിക്കുക. ഇതാണ് മഹാഗുരു നമുക്ക് തരുന്ന, ഈ ബോധോദയം നേടിയിട്ടുള്ള ഗുരുക്കന്മാർ നമുക്ക് തരുന്ന ഈശ്വര സങ്കല്പത്തിന്റെ ഒരു സവിശേഷതയാണിത്. അതേസമയം സാക്ഷാത്കാരം നേടാത്ത ഏതെങ്കിലും ഒരു സന്യാസിയാണെന്നുണ്ടെങ്കിൽ അവർ പല ദേവതകളെ കുറിച്ചും പല രീതിയിൽ വിവരിക്കും നമ്മളോട്. എന്നിട്ട് നമ്മളോട് പറയും അത് ചെയ്തു കൊള്ളാൻ പറയും. നമ്മളെ പല വഴിക്ക് വഴിതിരിച്ചു വിടും. നമ്മുടെ ചിന്തയെ ഇങ്ങനെ വിണ്ടു കീറിപ്പോകും. ഇങ്ങനെ ഒരു തറയിൽ വീണ ഒരു പളുങ്ക് പാത്രം പോലെ ചിതറിപ്പോകും നമ്മുടെ വിശ്വാസം. നമ്മൾ ആകപ്പാടെ എന്താണ് ഒരാശങ്കയിലാകും. ഇതിൽ ഏത് ദേവതയെ സ്വീകരിക്കണം? ഭഗവാൻ ഇവിടെ പറയുന്നതല്ല. ശ്രീനാരായണ ഗുരു പരമഹംസദേവൻ പറയുന്നത് നിങ്ങളുടെ ഉപാസനാ ദേവത ഏതാണോ, നിങ്ങളുടെ ആരാധ്യ ദേവൻ ഏതാണോ, നിങ്ങളുടെ പ്രാർത്ഥനാമലരുകൾ ആരുടെ പാദങ്ങളിലാണോ നിങ്ങൾ സമർപ്പിക്കുന്നത് ആ ദേവനെ നിങ്ങൾ ദേവാദിദേവനായി നിങ്ങൾ കാണുക. അവിടേക്ക് നിങ്ങളുടെ എല്ലാ പൂജകളും എല്ലാ സമർപ്പണങ്ങളും അവിടേക്ക് കൊടുക്കുക. അവിടെ നിന്ന് നിങ്ങൾ എല്ലാ അനുഗ്രഹങ്ങളും തേടുക. വഴി തേടി അലഞ്ഞു പോകേണ്ടതായിട്ടില്ല. പക്ഷെ ഒരു സത്യം ഭഗവാൻ പറയുന്നുണ്ട്, ഏത് ദേവതയിലൂടെ നിങ്ങൾ പോയാലും പരമമായ സത്യത്തിലേക്ക് എത്തുവാൻ ആ ദേവത നിങ്ങളെ സഹായിക്കും എന്നുള്ളത് കൂടി നിങ്ങൾ മറക്കാൻ പാടില്ല. ഇനി നമുക്ക് അടുത്ത ഒരു ഖണ്ഡിക നമുക്കൊന്ന് നോക്കാം. ഞാൻ കഴിഞ്ഞ മന്ദാകിനി ഏതെങ്കിലും അർത്ഥം ഞാൻ പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് പറയാം. ഗൗരീശൻ എന്ന് പറയുന്നത് ഗൗരിയുടെ ഈശൻ മഹാദേവൻ അല്ലെങ്കിൽ പരമശിവൻ എഴുതിക്കൊള്ളണം. അമ്പരം എന്ന് പറഞ്ഞാൽ ആകാശം, അമ്പരാന്തം എന്ന് പറഞ്ഞാൽ ആകാശത്തിന്റെ അതിര്. അമ്പരാന്തം എന്ന് പറഞ്ഞാൽ ആകാശത്തിന്റെ അതിരെന്നാണ് അർത്ഥം. മന്ദാകിനി എന്ന് പറഞ്ഞാൽ സ്വർഗഗംഗ എന്ന് പറയണം. ബിൻഗംഗ എന്നതിന്റെ അർത്ഥം എഴുതിക്കൊള്ളുക. മന്ദാകിനി സ്വർഗഗംഗ. അമ്പിളിത്തെല്ല് എന്ന് പറഞ്ഞാൽ അമ്പിളിക്കല. അമ്പിളിത്തെല്ല് എന്ന് പറഞ്ഞാൽ അമ്പിളിക്കല. അമ്പിളിത്തെല്ല് അമ്പിളിക്കല. വിലോലം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അതീവ മൃദുലം. ആർക്കെങ്കിലും എഴുതാൻ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ മൈക്ക് ഓൺ ചെയ്ത് ചോദിക്കണം. വിലോലം എന്ന് പറഞ്ഞാൽ അതീവ ലോലമായ, അതീവ മൃദുലമായ, പേലവത്വമുള്ള, മസൃണമായ വിലോലം. ശലദ്ഭംഗം. ശലദ്ഭംഗം എന്ന് പറഞ്ഞാൽ ചലനത്തെ തടസ്സപ്പെടുത്തുന്നത് എന്നാണ്. ശലദ്ഭംഗം. ഭംഗം എന്ന് പറഞ്ഞാൽ തടസ്സപ്പെടുത്തുക. ചലം എന്ന് പറഞ്ഞാൽ ചലിക്കുക. ചലദ്ഭംഗം എന്ന ചലനത്തെ ഭംഗപ്പെടുന്നത്. പരം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം, പരമം, പരം, പരം. തേറി എന്ന് പറഞ്ഞാൽ, തേറുക എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക എന്നാണ് എൻ്റെ അർത്ഥം. തേറുക. തിറം വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഊറ്റം കൊള്ളുക എന്നാണ് എൻ്റെ അർത്ഥം. തിറം വിടുക, ഊറ്റം കൊള്ളുക, സാമർഥ്യം കാട്ടുക എന്നൊക്കെയാണ് എൻ്റെ അർത്ഥം.
ഉർവീമണാളൻ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു. ഇത്രയാണ് നിങ്ങൾക്ക് പരിചയമില്ലാത്ത പദങ്ങളായിട്ട് ഞാൻ കണ്ടെത്തിയത്. ആർക്കെങ്കിലും വേറെ പദങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അറിയാമയ്യാത്ത പദം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ എൻ്റെ അർത്ഥം പറഞ്ഞുതരാം. ഇനി നമ്മൾ അടുത്ത ഒരു ഖണ്ഡികയിലേക്ക് പോവുകയാണ്. മൃദുലം. മൃദുലം, അതീവ മൃദുലം, പേലവത്വമുള്ളത്. വേറെ ഏതെങ്കിലും വാക്കുണ്ടോ? സംശയം. ഉത്തരംഗീകൃതം. ജ്വലിച്ച് എന്ത് എവിടെ കിടക്കുന്നു? മാലാവിലേക്ക് അപ്പുറത്തുള്ള രത്നം പതിച്ചു ഉജ്ജ്വലിച്ചുത്തരംഗീകൃതം. ഉജ്ജ്വലിച്ച് ഉത്തരംഗീകൃതം എന്ന് പറഞ്ഞാൽ പിന്നെ ഉജ്ജ്വലിച്ച്, ഉജ്ജ്വലിക്കാന്ന് വെച്ചാൽ ഉജ്ജ്വലിച്ച, വർദ്ധിച്ച, ഉജ്ജ്വലിച്ച, വർദ്ധിച്ച. അംഗീകൃതം എന്ന് പറയുന്നത് ഉത്തരംഗീകൃതം എന്ന് വെച്ചാൽ വർദ്ധിച്ച ശോഭയോട് കൂടിയത്. ഉത്തരംഗീകൃതം, ഉത്തരംഗീകൃതം, ശോഭയോട് കൂടിയത്. ഉജ്ജ്വലിച്ച, മഹത്തായ, പ്രോജ്വലിക്കുന്നതായ. ഉത്തരംഗീകൃതം എന്ന് വെച്ചാൽ ശോഭയോട് കൂടിയത്, ശോഭയോട് കൂടിയത്, സൗന്ദര്യത്തോട് കൂടിയത്, പ്രഭയോട് കൂടിയത്. എന്താണ് അതൊക്കെ? നമ്മള് ചിന്തിച്ചു കഴിയുമ്പോൾ ഈ വാക്കിന് അർത്ഥത്തെക്കാൾ വലിയൊരു അനുഭൂതി നമ്മുടെ ഉള്ളിലുണ്ടാവും. മനസ്സിലാവുന്നുണ്ടല്ലോ? ഉത്തരംഗീകൃതം. നമ്മള് ഭഗവതിയുടെ ശരീരവും ഓരോ അംഗങ്ങളും തിരുവാഭരണങ്ങളും തിരുവാടകളും പിന്നെ തിരുനാസികയും തൃക്കണ്ണും കേശങ്ങളും ഒക്കെ ഇങ്ങനെ പ്രഭയോടുകൂടി ജ്വലിച്ച് നിൽക്കുകയാണ്. ഒരു സ്വർണപ്രഭയോടുകൂടി നിൽക്കുന്നതാണ്. അതൊരു വലിയൊരു കാഴ്ചയാണ്. അത് നമ്മളെ നമ്മളിത് പഞ്ചമിചന്ദ്രനും തോറ്റുപോയി തിരക്കപ്പുറം. തിരശീല എന്നാണ്. നമ്മളൊരു നാടകമാണ് നടക്കുന്നത് ഓർമ്മ വേണം. തിരയെന്ന് പറഞ്ഞാൽ തിരശീല തന്നെയാണ്. ഇത് തിരശീലയ്ക്ക് അപ്പുറവും ഇപ്പുറവുമായിട്ട് നാടകം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നാടകം പിന്നെ തിരശീലയ്ക്ക് പുറത്ത് നാം കാണുന്നു, പക്ഷെ തിരശീലയ്ക്ക് അപ്പുറത്ത് നാടകത്തിന്റെ ഒരു നാടകകർത്താവ് അവിടെ നിൽക്കുന്നുണ്ട്. ആ നാടകകർത്താവാണ് ഈ നാടകത്തിന്റെ ഈ പിന്നെ രംഗസജ്ജീകരണങ്ങളും അഭിനേതാക്കളെയും പശ്ചാത്തലവും എല്ലാം സജ്ജീകരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഇതിന്റെ തിരക്ക് പുറകിൽ ഒരു സംവിധായകനുണ്ട്. ആ സംവിധായികയുടെ റോളിലാണ് ഇവിടെ ഭഗവതി ഇവിടെ വന്ന് നിൽക്കുക. നിൻ വൈഭവമാണ്, മായയാണ്, നിന്റെ മായാലീലകളാണ്. ലീല എന്ന് പറഞ്ഞാൽ തന്നെ നാടകമാണ്. അപ്പൊ ആ നാടകമാണ് ഇവിടെ ആടിത്തിമിർന്നുകൊണ്ടിരിക്കുന്നത്. ഉത്തരംഗീകൃതം, വർദ്ധിച്ച ശോഭയോടുകൂടിയ. നമ്മള് ഭഗവാന്റെ കൃതികൾ നിങ്ങൾ വായിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും അതിന്റെ അർത്ഥം മനസ്സിലാക്കിയതിന് ശേഷം ഭഗവതിയുടെ ശരീരത്തിലേക്ക് നിങ്ങൾ നിങ്ങളുടെ കണ്ണടച്ചുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ടൊന്ന് പോകണം. നിങ്ങൾ ഈ എഴുതി തന്നിരിക്കുന്ന ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വിവരണത്തോടു കൂടിയ ഒരു ഭഗവതിയെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ അന്തരാത്മാവിൽ നിങ്ങൾ കാണണം, നിങ്ങളുടെ സങ്കല്പത്തിൽ നിങ്ങൾ കാണണം. അതാണ് അനുഭൂതി. അനുഭവത്തിൽ നിന്ന് അനുഭൂതിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാളിനാടകം എന്ന് പറയുന്ന കൃതി വായിക്കുമ്പോൾ ഇതിന്റെ വാക്കുകളുടെ അർത്ഥത്തെ നിങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ ഭഗവതിയുടെ തിരുശരീരത്തെക്കുറിച്ച്, തിരുകേശത്തെക്കുറിച്ച്, ഭഗവാന്റെ തിരുജടയെക്കുറിച്ച്, അവിടുത്തെ ഗംഗയെക്കുറിച്ച്, ഭഗവതിയിൽ നിന്ന് പുറപ്പെടുന്ന ഉജ്ജ്വലിച്ച ശബ്ദത്തെക്കുറിച്ച് ഒക്കെ നിങ്ങളൊന്ന് ഭാവന ചെയ്യണം. അപ്പോഴാണ് നമുക്ക് അത് പിന്നെ എന്താണ് ഒരു ആസ്വാദ്യത ഉണ്ട്. എങ്ങനെ അടുത്ത വരിയില്ലേ സാറേ, വിട്ട് കപ്പം കൊടുക്കുന്ന നെറ്റിക്കുറിക്കുള്ളിൽ, അതെന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലായത്? കപ്പം കൊടുക്കുന്ന നെറ്റിക്കുറിക്കുള്ളിൽ അടുത്ത വരി മന്ദാരമാണിക്യമാലാവിലേക്കപ്പുറത്തുള്ള രത്നം. അപ്പോഴേ ഇവിടെ രണ്ട് കമ്പാരിസൺ ഇവിടെ നടക്കുകയാണ്. ഒന്ന് ഭഗവാന്റെ കേശത്തെക്കുറിച്ച്, ആരുടെ? പരമേശ്വരന്റെ, ശിവഭഗവാന്റെ പിന്നെ കേശത്തെക്കുറിച്ചുള്ള ഒരു വർണ്ണന ഇവിടെ നടക്കുന്നുണ്ട്. എന്താണ്? അവിടെ ഗംഗാപ്രവാഹമുണ്ട്, തിരുജടയുണ്ട്, അവിടെ മാലകൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ശോഭ എത്രമാത്രം വർണ്ണനാതീതമാണ്. അതിനേക്കാൾ ഉജ്ജ്വലിച്ച ശോഭയോട് കൂടിയാണ് ഭഗവതിയുടെ പിന്നെ കിരീടം. ഭഗവതിയുടെ കിരീടം അവിടെയുണ്ട്. അത്
ഈ രണ്ടുപേരെയും തമ്മിൽ നമ്മൾ താരതമ്യപ്പെടുത്തി നോക്കിക്കഴിഞ്ഞാൽ ഭഗവാന്റെ തിരുശിരസിനേക്കാൾ എത്രയോ പ്രഭാപൂരിതമാണ് ഭഗവതിയുടെ തിരുശിരസ് എന്ന് നമ്മളിവിടെ മനസ്സിലാക്കണം. പരം പഞ്ചമി, ആ കിരീടത്തെ കണ്ടു കഴിഞ്ഞാൽ പഞ്ചമിചന്ദ്രൻ പോൽ, പഞ്ചമി ദിവസം ആകാശത്ത് പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആ പൂർണ്ണചന്ദ്രന്റെ പ്രഭയേക്കാൾ വലുതാണ്. അതിൽ തോറ്റ് കപ്പം കൊടുക്കേണ്ടി വരും. നമ്മൾ പറയത്തില്ലേ, ഞാൻ തോറ്റുപോയടേ, ഞാൻ അതിന് പിഴയടച്ചോളാം എന്ന് പറയില്ലേ? നമ്മുടെ സാധാരണ സംഭാഷണത്തിൽ പറയുമല്ലോ, നിന്റെ ശക്തിയുടെ മുമ്പിൽ, നിന്റെ കരുത്തിന്റെ മുമ്പിൽ, നിന്റെ സൗന്ദര്യത്തിന്റെ മുമ്പിൽ ഞാൻ തോറ്റിരിക്കുന്നു, നിനക്ക് ഞാൻ എന്ത് പിഴയൊടുക്കണം? നമുക്ക് ഇവിടെ വളരെ ആ ഒരു നമ്മുടെ ജീവിതത്തിലെ വ്യവഹാരങ്ങളുമായി ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു സംഭാഷണ ശൈലി പോലെയാണ് ഇവിടെ പറയുക. പക്ഷെ അത് ഏറ്റവും സമൃദ്ധമായ, ഏറ്റവും അർത്ഥപൂർണമായ വാക്കുകളും അതിൻ്റെ പദഘടനയും വരുമ്പോൾ നമുക്കതിനെ ഒരു ദിവ്യമായ ആശയമായിട്ട് കാണേണ്ടി വരും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളായി ഈ പറയുന്നത്. ഓഹ്, എന്തോ വേണം നിന്റെ സൗന്ദര്യം, എന്താണ് നിന്റെ ശക്തി, എന്താണ് നിന്റെ സാമർഥ്യം, ഞാൻ നിന്റെ മുമ്പിൽ തോറ്റിരിക്കുന്നു, ഞാൻ എന്ത് പിഴയൊടുക്കണം, എന്ത് കപ്പം തരണം ഞാൻ നിനക്ക്. അപ്പൊ ഭഗവതിയുടെ സൗന്ദര്യത്തിന്റെയും മഹിമയുടെയും മുമ്പിൽ ഭഗവാൻ പോലും തോറ്റുപോകുന്നു, ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ പോലും തോറ്റുപോകുന്നു എന്നിവിടെ പറയുകയാണ്. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇത് അനുഭൂതിയാണ് ഇതിനകത്ത്. നിങ്ങൾ മനസ്സിലാക്കുക, ഭക്തിയുടെ ഉന്മത്ത ഭാവമാണ്. ഭക്തിയിൽ ആറാടി നിൽക്കുന്ന, ഉന്മത്ത ഭാവത്തിൽ നിൽക്കുന്ന അവൻ അവന്റെ സർവ്വ നിയന്ത്രണങ്ങളും വിട്ടിരിക്കുകയാണ്. ഭഗവതിയുടെ ആ പ്രഭാ സ്വരൂപ സ്വഭാവ വർണ്ണനയിൽപ്പെട്ട് അവന്റെ സ്വന്തം ബുദ്ധി തന്നെ ഭ്രമിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതിൽ പെട്ടുപോയിരിക്കുന്നു, അതിന്റെ മായാവലയത്തിൽ പെട്ടുപോയിരിക്കുന്നു. അങ്ങനെ മനസ്സിലാക്കണം ഇത്. ഇനിയും അടുത്തതിലേക്ക് നമുക്ക് പോകാമോ? മഹാത്മാക്കളായുള്ളവർക്കും നിനച്ചാൽ മഹാമായ നിൻ വൈഭവം കിന്തരണ്യം. അനങ്കന്റെ ഭൂവില്ലിനല്ലൽ പെടുത്തും കുനിച്ചെല്ലുവല്ലി കൊടിത്തല്ലു തല്ലിങ്ങനങ്കന്നു മങ്കത്തിലേറ്റാലൊഴിച്ചൂടാൻ അനങ്ങാതെ പോയങ്ങടങ്ങുന്നതേ നൽപദത്താർ ഭജിക്കുന്നവർക്കുള്ള രത്തൽ പദത്തെ കൊടുപ്പാൻ അതേ ജില്ലി രണ്ടും വശത്താക്കി വച്ചപ്പോഴും മിന്നി മിന്നുന്നതും കണ്ണിണ പങ്കജ പൂവിലോലും കൃപത്തേൻ കണക്കൻ കണം മാരി ചേർത്താർത്തി പോക്കും കടക്കണ്ണു രണ്ടിങ്കലും വിമ്മി വിമ്മിത്തിടുക്കന്നു പായുന്ന കല്ലോനിനിക്കും പടുത്തം കൊടുക്കുന്നൊരാനന്ദവാരി കടൽക്കക്കരെ പാദഭക്ത പ്രയുക്ത ശ്രുതം സ്തോത്ര സംഗീത നൃത്തങ്ങളും തൃച്ചെവിക്കൊണ്ടു നിൽക്കുന്ന കണ്ണങ്ങളിൽ പൊന്മണിക്കുണ്ടലം കൊണ്ടാളിപ്പെട്ടു പൊങ്ങും ഗൃണിക്കങ്കിതം കണ്ട കണ്ണാടിയും നന്മണിച്ചമ്പരത്തി പ്രസൂനം നമിക്കും മണിച്ചുണ്ടു രണ്ടിനുമുള്ള വിളങ്ങും പളുങ്കൊത്ത പൽപ്പത്തി മുത്തുപ്പടത്തിൻ ഇളിഭ്യം കൊടുക്കുന്നതിനെന്തു ബന്ധം. നമ്മൾ എത്ര സങ്കീർണമായ വാക്കുകളാണ് ഇവിടെ വിളക്കി ചേർത്തിരിക്കുന്നത്. വളരെ ലളിതമായ പദാവലികൾ ചേർത്ത് വെച്ചിരിക്കുന്നത് പോലെയാണ് വളരെ സങ്കീർണമായ പദങ്ങൾ വളരെ മനോഹരമായി ചേരുന്ന വിധം വളരെ ചേർച്ചയോടുകൂടി അനുയോജ്യമായ പദങ്ങൾ അനുയോജ്യമായ സമയങ്ങളിൽ അനുയോജ്യമായ അകലങ്ങളിൽ ഒക്കെ കൊണ്ടുവന്ന് ചേർത്ത് വെച്ചുകൊണ്ട് ഒരു കവിത്വത്തിന്റെ മഹത്തായ ഒരു സൃഷ്ടിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. എന്നാലോചിച്ച് നോക്കുക, നമ്മള് കേരളത്തിലെ മലയാള ഭാഷയിലോ സംസ്കൃത ഭാഷയിലോ ഒക്കെ പരിചയപ്പെടുന്ന കവികളിൽ ഇത്രമാത്രം അനായാസമായിട്ട് സങ്കീർണമായ പദാവലികൾ വളരെ മനോഹരമായി ചേർത്ത് വെച്ചുകൊണ്ട് ആശയ സമ്പുഷ്ടതയോടുകൂടി ഭക്തി നിറഞ്ഞു നിൽക്കത്തക്ക രീതിയിൽ ഒരു കൃതി നമുക്ക് കണ്ടെത്താൻ പ്രയാസമാണ്. നമുക്ക് വളരെ സങ്കീർണമായ ആശയം, വളരെ മഹത്തായ വാക്കുകൾ, അതിനെ വേണ്ടുന്നതും യോജിപ്പിച്ചു വെച്ചുകൊണ്ട് എങ്ങും ഒരു താളഭംഗമോ അല്ലെങ്കിൽ രാഗഭംഗമോ, നമുക്കതിനകത്ത് താളം മുറിഞ്ഞു പോകുന്നില്ല, അതിൻ്റെ രാഗം മുറിഞ്ഞു പോകുന്നില്ല, ഒന്നുമില്ലാത്ത രീതിയിൽ ഈ കൃതിയെ ഇങ്ങനെ ചിട്ടപ്പെടുത്തി തന്നിരിക്കുകയാണ്. തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങും നിർത്തേണ്ടതായിട്ടില്ല. ഈ കാളി നാടകം എന്ന് പറയുന്ന കൃതി ആദ്യത്തെ നമോനാഥ ബിന്ദുവാത്മികെ എന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനത്തെ ശ്ലോകം വരെ, അവസാനത്തെ ഒരു ലൈൻ, ഒരു വരി വരെ പാടുമ്പോൾ അതിനകത്ത് എങ്ങും നിർത്തേണ്ടതായിട്ടില്ല. ഒരു ഫുൾ സ്റ്റോപ്പ് ഇല്ല, ഒരു കുത്തില്ല, കോമയില്ല, ഒരു അർദ്ധവിരാമമില്ല, വിരാമങ്ങൾ യാതൊന്നുമില്ലാതെ കൊണ്ട് ആലപിച്ചു പോകാൻ കഴിയുന്ന രീതിയിലാണ് ഭഗവാന്റെ
ഈ കൃതി എന്ന് നമ്മൾ ഓർത്തു പോകുക. ഞാൻ എന്താണ് ഈ കൃതിയുടെ വൈശിഷ്ട്യത്തെ കുറിച്ചൊക്കെ പറയുക? മഹാഗുരുവിന്റെ വലിപ്പം, മഹാഗുരുവിന്റെ മഹത്വം, ഒരു കവി എന്നുള്ള നിലയിൽ, ഒരു ദാർശനികൻ എന്നുള്ള നിലയിൽ, ഒരു ഭക്തൻ എന്നുള്ള നിലയിൽ, ഒരു സന്യാസി എന്നുള്ള നിലയിൽ, ഒരു സാധകൻ എന്നുള്ള നിലയിൽ എത്രമാത്രം ഉന്നതമാണ്. പകരം വയ്ക്കാൻ, സാമ്യപ്പെടുത്താൻ യാതൊന്നുമില്ലാത്ത വിധത്തിലാണ് ഭഗവാന്റെ ഈ സൃഷ്ടി വൈഭവം. ഓരോ നിമിഷവും എന്നെ സംബന്ധിച്ച് കഴിഞ്ഞാല് ഈ 64 കൃതികൾ ഞാൻ ഓരോ വട്ടവും വായിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോവുകയാണ്, അതിശയിപ്പിച്ചു പോവുകയാണ്. ഭഗവാനെ, ഇതെന്താണ് നീ ചെയ്തു വെച്ചിരിക്കുന്നത്? നിന്റെ ഈ സൃഷ്ടി വൈഭവം എന്താണ്? ഭഗവതിയെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ ഈ മഹാഗുരുവിന്റെ സൃഷ്ടി വൈഭവത്തെ കുറിച്ച് ഓർക്കുമ്പോൾ അതിശയിച്ചു പോവുകയാണ്. ഓരോ നിമിഷവും അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഇതെങ്ങനെ സാധിക്കുന്നു ഇതൊക്കെയെന്ന്? അത് നിങ്ങൾ ആ ഒരു ആശയത്തിൽ നിങ്ങൾ ഭഗവാനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കണം. മഹാഗുരുവിനെ ഏതർത്ഥത്തിലും ഒരു ഈശ്വര സ്വരൂപിയായും, ഒരു കവിയായും, ഒരു ദാർശനികനായും, ഒരു ഉപാസകനായും, ഒരു ഭക്തനായും ഒക്കെ അതിന്റെ പൂർണ്ണമായ മഹിമയോടുകൂടി നിങ്ങൾ സ്വീകരിക്കണം. അപ്പൊ ഇവിടെ പറയാം അടുത്തത്. അപ്പൊ നമ്മുടെ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയത് എന്താണ്? ഉർവീമണാളനും മഹാദേവനും ബ്രഹ്മനും മുൻപരായിട്ടുള്ളവർക്കൊക്കെയും അവരൊക്കെയും തന്നെ ആരുടെ മായയിൽപ്പെട്ടിരിക്കുന്നു? അല്ലയോ പരാശക്തിയായിരിക്കുന്നു കാളി, ഭദ്രകാളി, ഭഗവതി, നിന്റെ മായയിൽപ്പെട്ടിരിക്കുന്നു. വീണ്ടും അത് ആവർത്തിച്ച് പറഞ്ഞുറപ്പിക്കുകയാണ്. ഈ ഭദ്രാ ഭഗവതിയുടെ മായയിൽപ്പെട്ടിരിക്കുന്നവൾ അവരാരൊക്കെയാണ്? മഹാത്മാക്കളായുള്ളവർക്കും നിനച്ചാൽ മഹാമായ. അങ്ങനെ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരായിരിക്കുന്ന അവർ കൂടാതെ മഹാത്മാക്കളായിട്ട് ആരെങ്കിലും ഈ പ്രപഞ്ചത്തിൽ അവശേഷിക്കുന്നുണ്ട് എങ്കിൽ മഹാത്മാക്കളായുള്ളവർക്കും നിനച്ചാൽ, ഓർത്താൽ, ചിന്തിച്ചാൽ, നിരീക്ഷിച്ചാൽ, മനനം ചെയ്തു നോക്കിയാൽ, സൂക്ഷ്മമായി നിരീക്ഷിച്ചു നോക്കിയാൽ, നിനച്ചാൽ. ഇവിടെ നിനച്ചാൽ എന്ന് പറയുമ്പോൾ അത് വെറും ഒരു നിനവല്ലത്. ഈ നനയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ എല്ലാ ബുദ്ധിയുടെ എല്ലാ സാമർഥ്യവും ഉപയോഗിച്ച് നീ തെരഞ്ഞു തേറണം. ആരെങ്കിലും ഭഗവതിയുടെ ഈ മായയുടെ മഹിമയുടെ പുറത്ത്, അതിന്റെ സ്വാധീന വലയത്തിൽ പുറത്ത് നിൽക്കുന്നവരായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് നീ നോക്കിക്കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാകുമില്ല. അവളുടെ മായയ്ക്കും മഹിമയ്ക്കും അകമ്പെട്ടിരിക്കുന്നവർ മാത്രമേ ഈ ബ്രഹ്മാണ്ടത്തിൽ, ഈ പ്രപഞ്ചത്തിൽ ഉള്ളൂ എന്ന് നാം തിരിച്ചറിഞ്ഞുകൊള്ളുക. മഹാത്മാക്കളായുള്ളവർക്കും നിനച്ചാൽ മഹാമായ, അവർക്കും പോലും മഹാമായയാണ് നീ. നിൻ വൈഭവം കിന്തരണ്യം. കിന്തരണ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? കിംതരണ്യം, ആർക്കാണ് തരണം ചെയ്യാൻ കഴിയുക? തരണ്യം, തരണം ചെയ്യുക, അതിവർത്തിക്കുക, അതിന് അപ്പുറം പോകുക. കിംതരണ്യം, ആർക്കാണ് അതിനെ അതിജീവിച്ചു പോകാൻ, അതിനപ്പുറം പോകാൻ ആർക്കെങ്കിലും കഴിയുമോ? ഈ മായയ്ക്ക് അപ്പുറം പോകാൻ, മഹാമായായിരിക്കുന്ന ഭഗവതിയുടെ വൈഭവത്തിന് അപ്പുറത്തേക്ക് കടന്നു പോകാൻ ആരാലും സാധ്യമല്ല തന്നെ. നോക്കുക, ഭഗവതിയിൽ നിങ്ങളുടെ സേവ ഉറപ്പിക്കുക, നിങ്ങളുടെ ഭക്തി ഉറപ്പിക്കുക, നിങ്ങളുടെ പൂജകൾ അവിടെ സമർപ്പിക്കുക. ഭഗവതിയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ കാളിനാടകം മുതൽ ഈ ഒട്ടേറെ കൃതികൾ ഭഗവതിയെ കുറിച്ച് പറയുന്നുണ്ട്. ആ കൃതികളൊക്കെ തന്നെയും ഫലശ്രുതിയോടുകൂടി ഭഗവാൻ നമുക്ക് പറയുന്നുണ്ട്, നിങ്ങളുടെ സർവ്വസന്താപങ്ങൾക്കും ദുഃഖദുരിതങ്ങൾക്കും പരിഹാരമാക്കാം ഭഗവതിയുടെ ഉപാസനയെന്ന് പറയുന്നുണ്ട്. അതിനെയാണ് ഇവിടെ വീണ്ടും അടിവരയിട്ട് പറയുകയാണ്. മഹാത്മാക്കളായുള്ളവർക്കും നിനച്ചാൽ മഹാമായ, നിൻ വൈഭവം കിന്തരണ്യം. അനങ്കന്റെ ഭൂവില്ലിനല്ലൽ പെടുത്തും. ആരാണ് അനങ്കൻ? അനങ്കൻ എന്ന് പറഞ്ഞാൽ ആരാണ്? കാമദേവൻ. കാമദേവന് ശരീരമില്ല, അത് നിങ്ങൾക്കറിയാമല്ലോ, കഥകളൊക്കെ നിങ്ങൾക്കറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. ഭഗവാന്റെ ശ്രീപരമേശ്വരൻ പാർവതിയിൽ അനുരക്തയായി പാർവതി ശ്രീ പരമേശ്വരനെ പ്രാപിക്കുന്നതിനും വിവാഹം കഴിക്കുന്നതിനുമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് കൊടും തപസ് ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവ് ആരെ പറഞ്ഞു വിട്ടു? കാമദേവനെ പറഞ്ഞു വിട്ടു. തന്റെ തപസ് മുടക്കാൻ വന്ന കാമദേവനോട് തന്റെ തൃക്കണ്ണ് തുറന്നുകൊണ്ട് തന്റെ താപം, തന്റെ കോപം പ്രകടിപ്പിച്ചു. കാമദേവന്റെ ശരീരം വെന്തുപോയി. അങ്ങനെയാണ് അനങ്കനായി മാറിയത് കാമദേവൻ. ഈ കാമദേവന്റെ അനുഗ്രഹം, കാമദേവനെ നമുക്ക് കാണാൻ കഴിയാതെ വന്നത് എന്തുകൊണ്ടാണ്? ഈ ഭഗവാൻ അവന്റെ ശരീരത്തെ ചുട്ടരിച്ചു കളഞ്ഞത് കൊണ്ടാണ്. പക്ഷേ എന്ത് സംഭവിച്ചു? വേറൊരു ശാപമോക്ഷം ഈ അനങ്കൻ കൊടുത്തു. നിനക്ക്
ഈ ലോകത്തില് എല്ലാവരിലേക്കും സൂക്ഷ്മമായി പ്രവേശിക്കാനുള്ള ഒരവകാശം പിന്നീട് കൊടുക്കുകയും ചെയ്തു ഭഗവാൻ കാമദേവന്. അത് നിങ്ങൾ ആ പുരാണങ്ങളും ഒക്കെ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നമ്മളെ സ്വാധീനിച്ച്, നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, കാമദേവൻ എന്ന് പറയുമ്പോൾ നമ്മളെ അറിഞ്ഞോ അറിയാതെയോ നമ്മളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ മഹാശക്തിയാണ് എന്ന് ഞാൻ പറയാറുണ്ട്. അതെങ്ങനെയാണ് ആ ശക്തി ലഭിച്ചത്? ഭഗവാൻ കൊടുത്ത ശാപമോക്ഷത്തിലൂടെയാണ്. ഈ ശാപമോക്ഷം കിട്ടിയതോടുകൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളിൽ ഈ കാമദേവൻ എപ്പോഴും സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മളിൽ ഓരോരുത്തരിലും കാണുന്ന ഓരോ വസ്തുവിലും നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തടയാനാകാത്ത ആഗ്രഹത്തെയാണ് കാമദേവന്റെ സ്വാധീനം എന്ന് പറയുക. കേവലം സ്ത്രീ വിഷയകമായിട്ടുള്ള ഒരു വാക്കല്ല കാമദേവൻ എന്ന് പറയുന്ന ദേവന്റെ സ്വാധീനത്താൽ നമ്മളിൽ ഉണ്ടാവുക. നിങ്ങൾക്ക് ഈ ഭൗതിക ലോകത്തോടുണ്ടാകുന്ന ആകർഷണത്തെ മൊത്തം കാമദേവന്റെ അനുഗ്രഹം എന്ന് വേണം നാം മനസ്സിലാക്കാൻ. അപ്പൊ അങ്ങനെ അനങ്കന്റെ പൂവില്ലിനല്ലൽ പെടുത്തും. അനങ്കൻ എപ്പോഴും പൂവമ്പുകളെയും മലർബാണങ്ങളെയും എന്തിനു വേണ്ടിയാണ്? നമ്മളെ സ്വാധീനിക്കുന്നതിന് വേണ്ടി, നമ്മളെ കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടി. അതെന്താണ് പിന്നെ കാമദേവന്റെ ആഗ്രഹം? കാമദേവന്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, നാം എപ്പോഴും ഈ ഭൗതിക ലോകത്തിന്റെ സ്വാധീനത്തിൽ പെട്ടു നിൽക്കണം. ഒരിക്കലും ഈശ്വരനിലേക്ക് നിങ്ങൾ അടുക്കാൻ പാടില്ല. ഈ ഭൗതിക ലോകത്തിന്റെ സ്വാധീനത്തിൽ പെട്ട് കിടക്കണം. നീ മണ്ണിലും പെണ്ണിലും പുക്ക് ആശ്വസിച്ച് മോദം പ്രാപിച്ച് നടക്കണം. ഒരു കാരണവശാലും നീ ഈശ്വരനെ അന്വേഷിക്കാൻ വിടുകയില്ല എന്നുള്ളതാണ് ആരുടെ ലക്ഷ്യം? കാമദേവന്റെ ലക്ഷ്യം. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? കാമദേവൻ നമ്മുടെ നേരെ എപ്പോഴും ഇങ്ങനെ ഈ മലർബാണം, പൂവ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന, ആകർഷകമായ പൂവ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന അനവധി ബാണങ്ങൾ ഇങ്ങനെ എഴുതുകൊണ്ടേയിരിക്കും നമ്മുടെ ശ്രദ്ധയിൽ, നമ്മുടെ മനസ്സിലേക്ക്. ഇല്ല, നമ്മുടെ മനസ്സെപ്പോഴും ഇങ്ങനെ അനവധി ആഗ്രഹങ്ങളിൽ പെട്ടുപോവുകയാണ്. എത്രമാത്രം നാം നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചാൽ പോലും അനവധി നിയന്ത്രണമില്ലാത്ത ആഗ്രഹങ്ങളിലേക്ക് നാം പോകാൻ പാടില്ല. ഒന്നിനെയും കൂടുതൽ ആഗ്രഹിക്കാൻ പാടില്ല. അനാസക്തനായിരിക്കണം, ആസക്തി പാടില്ല, ഒന്നിനോടും ശക്തനാകാൻ പാടില്ല എന്നൊക്കെ നാം സ്വയം നമ്മളെ ഉപദേശിച്ച് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ അതാ നല്ല ഒരു വ്യവസായശാലയോ വ്യാപാരശാലയോ കാണുന്നു, നല്ല ആഹാരം കാണുന്നു, അല്ലെങ്കിൽ നല്ല പൂവുകൾ കാണുന്നു, അല്ലെങ്കിൽ നല്ലതായ എന്തെങ്കിലുമൊക്കെ കാണുന്നു. നമ്മൾ കടന്നു പോകുന്ന വഴിയിൽ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന നല്ല അതിനെ പലതും കാണുന്നു. എത്രമാത്രം നാം നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തിയാലും ഈ നല്ലതിനെ കാണുമ്പോൾ അറിയാതെ നാം അതിലേക്ക് പോയി ഒട്ടിപ്പിടിക്കുന്ന ഒരു ശീലം നമുക്കുണ്ട്. കാമദേവന്റെ അനുഗ്രഹമാണ്. നല്ല ആഹാരങ്ങളിൽ, നല്ല വസ്ത്രങ്ങളിൽ, നല്ല വീടുകളിൽ, നല്ല വാഹനങ്ങളിൽ, അങ്ങനെ എന്ത് നല്ലത് കാണുന്നുണ്ടോ അതിലേക്ക് നിങ്ങൾ ആകർഷകരാകുന്നുണ്ടെങ്കിൽ അപ്പോൾ മനസ്സിലാക്കുക, നിങ്ങളിൽ കാമദേവൻ ശരീരമില്ലാതെ നിങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അനങ്കന്റെ പൂവില്ലിനല്ലൽ പെടുത്തും. ആര്? അനങ്കന്റെ പൂവിന്നിൽ അല്ലൽ പെടുത്തും. കുനിച്ചല്ലു വല്ലിക്കൊടിത്തല്ലുതല്ലിങ്ങനങ്കന്നു മംഗത്തിലേറ്റാൽ. ഭഗവതിയുടെ ആ ചില്ലിവല്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവതിയുടെ പുരികക്കൊടികളുടെ കടാക്ഷം നിങ്ങളിൽ വന്നു എന്ന് വിചാരിക്കുക. അനങ്കന്റെ പൂവില്ലിനല്ലൽ പെടുത്തും. കുനു ചില്ലിവല്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ പുരികക്കൊടികൾ, അഴകാർന്ന നിങ്ങളുടെ പുരികക്കൊടികളുടെ ഒരു ദർശനം നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. ഭഗവതി നിങ്ങളിൽ കടാക്ഷിച്ചു എന്ന് വിചാരിക്കുക. എന്താ സംഭവിക്കുന്നത്? കാമദേവന്റെ പൂവമ്പ് പോലും അവിടെ നിർവീര്യമായി പോകും. അനങ്കന്നും അംഗത്തിലേറ്റാൽ ഒഴിച്ചൂട് അനങ്ങാതെ പോയങ്ങടങ്ങുന്നതേ. ഭഗവതിയുടെ തൃക്കടാക്ഷം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് സംഭവിക്കുക. നമ്മുടെ നിരന്തര ജീവിതം, ഭൗതിക ജീവിതം, ജീവിതം ആഗ്രഹങ്ങളിൽ പെട്ടുടരുകയാണ്. കാമദേവന്റെ അനുഗ്രഹത്താൽ നാം അനവധി ജീവിത സുഖത്തിനും സൗകര്യത്തിനും വേണ്ടിയുള്ള ആഗ്രഹങ്ങളിൽ പെട്ടുടലുകയാണ്. ഈ ആഗ്രഹങ്ങളിൽ നിന്ന് നിനക്ക് മോചനം ആവശ്യമുണ്ടോ? ഉണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം? ദേവിയുടെ ഉപാസനയിലൂടെ ഭഗവതിയുടെ അനുഗ്രഹം നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഈ കാമദേവന്റെ പൂവമ്പ് നിങ്ങളെ ഒരിക്കലും സ്പർശിക്കില്ല, നിങ്ങളിൽ വന്ന് തറയ്ക്കില്ല, അനങ്ങാതെ പോകും. നിങ്ങളുടെ ശരീരത്ത് വന്ന് നിങ്ങളിൽ യാതൊരു ചലനവും നിങ്ങൾക്കുണ്ടാകില്ല. പോയി നടങ്ങുന്നത് എന്ത് ചെയ്യണം? നൽപദത്താൽ ഭജിക്കുന്നവർക്കുള്ള അത്തൽ പദത്തെ കൊടുപ്പാനതേ. എന്താണ് ഭഗവതി ചെയ്യുന്നത്? ഭഗവതിയുടെ നൽപദത്തെ, പദം എന്ന് പറഞ്ഞാൽ
തൃക്കാലുകൾ, പാദാംബുജങ്ങൾ, പദത്താർ. പദത്താർ എന്ന് പറഞ്ഞാൽ പാദങ്ങളാകുന്ന പൂവുകൾ. ഭജിക്കുന്നുള്ളവർക്ക് ഒരു അത്തൽ. അത്തൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ദുഃഖം, ആതങ്കങ്ങള്, ദുഃഖങ്ങള്, ദുരിതങ്ങള്, സങ്കടങ്ങള്. അത്തൽ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, സങ്കടങ്ങൾ. പിന്നെന്ത് ചെയ്യണം? ഭഗവതിയെ നിങ്ങൾ ഭജിച്ചു കഴിഞ്ഞാൽ, അവളിൽ നിങ്ങൾ സമാശ്രയിച്ചു കഴിഞ്ഞാൽ, അവൾ നിങ്ങളെ പ്രസാദിച്ചു കഴിഞ്ഞാൽ അവൾ എന്ത് ചെയ്യും? ചില്ലി രണ്ടും വശത്താക്കി. അവൾ എന്താ ചെയ്യുക? അവളുടെ ആ പുരികക്കൊടികൾ വശത്താക്കിക്കൊണ്ട് നിങ്ങളുടെ വശത്തേക്കാക്കിക്കൊണ്ട് അവൾ നിങ്ങളെ നോക്കി ഒന്ന് പുഞ്ചിരിക്കും. അവൾ നോക്കും, മിന്നി മിന്നി തോക്കും, എന്ന് കണ്ണിണകൾ കൊണ്ട് ഒന്ന് നോക്കും. അവിടെ നിന്ന് കണ്ണിണ പങ്കജ പൂവിൽ ഓലുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഒഴുകുക എന്നാണ്. ഒലിക്കുക, ഒഴുകുക. ഓലും എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഒലിക്കുക അല്ലെങ്കിൽ ഒഴുകുക എന്നുള്ള അർത്ഥമാണ്. ആ കണ്ണിണ പങ്കജ പൂവിലോലും, ഭഗവതിയുടെ തിരുനയനങ്ങളാകുന്ന പൂവുകളിൽ നിന്ന് ഒഴുകുന്ന തേൻ പ്രവാഹം എന്ത് നിങ്ങൾക്ക് നേടിത്തരും? കാമദേവന്റെ പുഷ്പശരങ്ങളെ, പൂവമ്പുകളെ ഒഴിവാക്കിത്തരും. ആഗ്രഹങ്ങളുടെ കൊടുങ്കാടിൽപ്പെട്ട് നിങ്ങൾ ഉഴലുകയില്ല. ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് നിരന്തരമായി ദുഃഖത്തെയാണ് തരുന്നതെന്നുണ്ടെങ്കിൽ ആ ദുഃഖത്തെ ഒഴിവാക്കാൻ, കാമദേവന്റെ ബാണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഭഗവതിയുടെ അനുഗ്രഹം നേടുക. ഭഗവതിയുടെ തൃക്കണ്ണുകൾ കൊണ്ട്, തൃപുരികങ്ങൾ കൊണ്ട്, തൃക്കണ്ണുകൾ കൊണ്ട് അവൾ നിന്നെ ഒന്ന് നോക്കും. അവളിൽ നിന്ന് ആ കണ്ണിനകളാകുന്ന പൂവുകളിൽ നിന്ന് ഒഴുകുന്ന തേൻ പ്രവാഹം നിന്നിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആഗ്രഹങ്ങളാകുന്ന ശരങ്ങൾ നിന്നെ മുറിവേൽപ്പിക്കുകയില്ല. ചേർത്ത് ആർത്തി പോക്കും, നിന്റെ എല്ലാ ദുഃഖങ്ങളും ഇല്ലാതെയാക്കും. ആർത്തി പോക്കും. പങ്കജപ്പൂവിലും കൃപത്തേൻ കണക്കൺകണം മാരി ചേർത്ത് ആർത്തി പോക്കും. എന്താണ് ആ കൃപ? ഭഗവതിയുടെ കണ്ണിൽ നിന്ന്, കണ്ണാകുന്ന പൂവുകളിൽ, തൃക്കണ്ണുകളാകുന്ന പുഷ്പങ്ങളിൽ നിന്ന് പ്രവഹിക്കുന്ന ആ തേൻ മാരിയാണ്. അതൊരു തുള്ളിയായിട്ടല്ല നിങ്ങളിലേക്ക് വരിക. തേൻ മാരിയാണ്. അതൊരു പ്രവാഹമാണ്. ഒരു മഴ പോലെ പെയ്തിറങ്ങും. ഭഗവതി നിന്നിൽ പ്രസാദിക്കാൻ തുടങ്ങുമ്പോഴെന്താണ്? ആ കൃപയുടെ കാരുണ്യത്തിന്റെ തേൻ പ്രവാഹം ഒരു മഴ പെയ്യുന്നത് പോലെ, ഒരു പേമാരി പോലെ നിന്നിലേക്ക് പെയ്തിറങ്ങും. മാരി ചേർത്ത് പെയ്തിറങ്ങിയാലോ നിന്റെ എല്ലാ സങ്കടങ്ങളെയും ഇല്ലാതെയാക്കും. ആർത്തി പോക്കും. ആർത്തി, ദുഃഖം, ദുരിതങ്ങൾ ഇല്ലാതെയാക്കും. കടക്കണ്ണു രണ്ടിങ്ങലും വിമ്മി വിമ്മിത്തെടുക്കുന്ന പായുന്ന കല്ലോനിനിക്കും പടുക്കം കൊടുക്കുന്ന. കടക്കണ്ണു രണ്ടിലും വിമ്മി വിമ്മിത്തെടുക്കുന്നു പായുന്ന കല്ലോലിനി. ഒരു കല്ലോലം, ഒരു നദി പോലെ, ഒരു പുഴ പോലെ അവരുടെ രണ്ട് കണ്ണുകളിൽ നിന്നും ഒരു തണുത്ത ജലത്തിന്റെ പ്രവാഹം ആണോ? അല്ല. ഒരു തേൻ പ്രവാഹമാണോ? അല്ല. അതൊരു പേമാരി പോലെ പെയ്തെടുങ്ങുന്ന കാരുണ്യത്തിന്റെ മഹാപ്രവാഹമാണ്. ആർത്തിപോക്കും. കടക്കണ്ണു രണ്ടിലും വിമ്മി വിമ്മിത്തെടുക്കുന്നു. നോക്കുക, വിമ്മി വിമ്മിത്തെടുക്കുന്നു പായുക. തിടുക്കത്തിന് പായുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വലിയൊരു പേമാരി ഉണ്ടാകുന്നു. ഒരു നദിയിലേക്ക് അതിന്റെ സമീപ വൃഷ്ടിപ്രദേശത്ത് നിന്നും ജലപ്രവാഹം അതിലേക്ക് ഒഴുകിയെത്തുകയാണ്. ഒഴുകിയെത്തിക്കഴിയുമ്പോഴെന്ത് ചെയ്യും? അതിന്റെ ഇരുകരകളെയും തകർത്തുകൊണ്ട് ആ നദി കൂലം കുത്തി ഒഴുകും. അതിന്റെ തിരകളെയും തീരങ്ങളെയും തകർത്തുകൊണ്ട് അത് ഒഴുകിപ്പാഞ്ഞു പോകും. ഭഗവതിയുടെ അനുഗ്രഹ വർഷം നിന്നിലേക്ക് വരുന്നത് ഇതുപോലെയാണ്. നിന്റെ ദുഃഖ ദുരിതങ്ങളാകുന്ന ഇരുകരകളെയും ഭേദിച്ചുകൊണ്ട് ഭഗവതിയുടെ അനുഗ്രഹ വർഷം ഇങ്ങനെ കുത്തി ഒഴുകി വരും. ആ മഹാപ്രവാഹത്തിൽ നിന്റെ ദുഃഖങ്ങൾ, നിന്റെ സങ്കടങ്ങൾ, നിന്റെ ആർത്തികൾ എല്ലാം തന്നെ ഇല്ലാതെയായി പോകും. വിമ്മി വിമ്മിത്തെടുക്കുന്നു പായുന്ന കല്ലോലിനിക്കും പടുത്തം കൊടുക്കുന്നൊരാന. പടുത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? പടുത്തം കൊടുക്കുക, വൈഭവം ഉണ്ടാക്കി കൊടുക്കുക, പ്രാപ്തനാക്കുക, അതിനുള്ള വൈഭവം ഉണ്ടാകുക. വിജ്ഞാന പടുവാണെന്നൊക്കെ നമ്മൾ പറയുമല്ലോ, പടുത്വം, ആ പ്രാഗൽഭ്യം. ഭഗവതിക്ക് എന്താണ് കൊടുക്കാൻ കഴിയാത്തത്? ഈ കാളിയുടെ
നാടകം നിന്റെ ജീവിതത്തിലേക്ക് നിനക്ക് അനുകൂലമായി പ്രവർത്തിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണ് ലഭിക്കാൻ കഴിയാത്തത്? ഒന്നും നിനക്ക് ലഭ്യമല്ലാത്തതായി ഒന്നുമില്ല. കല്ലോലിനിക്കും പടുത്തം കൊടുക്കുന്ന, അങ്ങനെ കൂലം കുത്തി ഒഴുകുന്ന ആ നദിക്കും പടുത്തം വൈഭവം കൊടുക്കുന്നവര് എന്തിനു വേണ്ടി? ആനന്ദവാരിക്കര അക്കരെ പോകാൻ നിനക്ക് പറ്റും. മോക്ഷമാണ് ഇവിടെ നിനക്ക് തരിക. കടൽക്കക്കരെ. നാം ഓരോരുത്തരും എന്താണ് ആഗ്രഹിക്കുന്നത്? ജീവിതത്തിൽ ആനന്ദ മോക്ഷത്തിന്റെ സാഗരത്തിലേക്ക് മുങ്ങി നീരാടുക എന്നുള്ളതാണ് ഭോഗികളായിട്ടുള്ള നമ്മുടെ എല്ലാം ജീവിതത്തിന്റെ ആഗ്രഹം. എന്താണ്? ആനന്ദവാരിക്കടൽക്ക് അക്കരെ കയറണം. ഈ ജീവിത സാഗരത്തിന്റെ ദുഃഖ ദുരിതങ്ങളാകുന്ന ഈ ജീവിത സാഗരത്തിൽ നീന്തി തുടിച്ച് നമുക്ക് നശിച്ചു പോകാനല്ല, നമുക്ക് തളർന്നു പോകാനല്ല നമ്മുടെ ആഗ്രഹം. ഈ ആനന്ദ വാരിധി എന്ന് പറഞ്ഞാല് സാഗരം, ആനന്ദക്കടൽ നീന്തി അക്കരെ പോകണം. അക്കരെ പോകുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക? നിത്യമായ പരമാനന്ദത്തിലേക്ക് നമ്മൾ പോകും. സത്തും ചിത്തും ആനന്ദവുമായിരിക്കുന്ന സച്ചിദാനന്ദത്തിന്റെ അനുഭൂതിയിലേക്ക് നമ്മൾ എത്തും. അതാണ് മോക്ഷം എന്ന് പറയുക. ആ മോക്ഷത്തിലേക്ക് നിനക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഭഗവതിയുടെ തൃക്കണ്ണിണകളാകുന്ന 2 പൂവുകളിൽ നിന്ന് പ്രവഹിക്കുന്ന ആ തേൻ പ്രവാഹം, ആ മാധുര്യമൂറുന്ന ആ പ്രവാഹം ഒരു വലിയ വർഷപാതമായി, ഒരു പേമാരിയായി നിന്നിലേക്ക് പെയ്തിറങ്ങണം. പാദയുക്ത പ്രയുക്ത ശ്രുതം എങ്ങനെ നിങ്ങൾക്കത് കിട്ടുക? അക്കരെ പോകണമെന്നില്ല. പാദഭക്ത പ്രയുക്ത ശ്രുതം സ്തോത്ര സംഗീതങ്ങൾ. നിങ്ങൾ പാദഭക്തന്മാരായിരിക്കുന്നു. ആരുടെ പാദഭക്തന്മാരെന്ന് ചോദിച്ചാൽ തൃപാദഭക്തന്മാരാകണം, ഭഗവതിയുടെ ഭക്തന്മാരാകണം. പാദഭക്ത പ്രയുക്ത ശ്രുതം സ്തോത്ര സംഗീത നൃത്തങ്ങളും ഇവിടെ ചിത്രമാകെ വീണ്ടും നാടകത്തിലെ ചിത്രമാകെ മാറുകയാണ്. ദേവി ഇതാ ആ തിരുനടന വേദിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അവൾ സർവാഭരണ വിഭൂഷിതയായി വന്നിരിക്കുകയാണ്. അവള് തന്നെ ഈ രംഗവേദിയിലേക്ക് കടന്നു വന്ന നൃത്തം ആടി തിമർക്കുകയാണ്. ഇനിയും പറയുക എന്താണ്? പാദഭക്ത പ്രയുക്തൻ ശ്രുതം. പാദഭക്തന്മാരായിരിക്കുന്ന ഭഗവതിയുടെ ഭക്തന്മാരായിരിക്കുന്നവരിൽ നിന്നും പുറപ്പെടുന്ന സ്തോത്രവചനങ്ങൾ കേട്ടുകൊണ്ട് പാദഭക്ത പ്രയുക്ത ശ്രുതം സ്തോത്രം സംഗീത നൃത്തങ്ങളും തൃച്ചെവിക്കൊണ്ട് അവൾ വന്ന് എന്ത് ചെയ്യുന്നു? ഈ തൃച്ചെവിക്കൊണ്ടുകൊണ്ട് അവൾ ആടി തിമർക്കുകയാണ്. പാദഭക്ത പ്രയുക്ത ശ്രുതം സ്തോത്ര സംഗീത നൃത്തങ്ങളും തൃച്ചെവിക്കൊണ്ട്. ഈ സംഗീതങ്ങളും സ്തോത്രങ്ങളും സംഗീതങ്ങളും നൃത്തങ്ങളും ഒക്കെ ചെവിക്കൊണ്ട് നിൽക്കുന്ന കന്നങ്ങളിൽ പൊന്മണി കുണ്ടലം കൊണ്ടാളിപ്പെട്ടു പൊങ്ങും ഗൃണിക്കങ്കിതം ഗണ്ട കണ്ണാടിയും നന്മണി ചമ്പരത്തി പ്രസൂനം നമിക്കും മണിച്ചുണ്ടി രണ്ടിനുമുള്ളായി വിളങ്ങം പളുങ്കൊത്ത പത്തിമുത്തു പടത്തിനിളിഭ്യം കൊടുക്കുന്നതിനെന്ത് ബന്ധം. ആ രംഗവേദിയിലേക്ക് കടന്നു വരുന്ന ഭഗവതിയുടെ ആടയാഭരണങ്ങളെ കുറിച്ചുള്ള ഒരു വർണ്ണനയാണ് പിന്നീട് നടക്കുക. നിങ്ങളുടെ ഭക്തിയിലും നിങ്ങളുടെ സ്തോത്രത്തിലും നിങ്ങളുടെ ആരാധനയിലും സംപ്രീതയായി ഭഗവതി നിങ്ങളുടെ ജീവിതമാകുന്ന നാടകത്തിന്റെ വേദിയിലേക്ക് വന്നു നിൽക്കുമ്പോൾ നിങ്ങൾ കാണുന്ന ഭഗവതിയെ ഒന്ന് നോക്കുക. എന്താണ് അവളുടെ ആടയാഭരണങ്ങൾ? അവളുടെ തിരുസ്വരൂപം എന്താണ്? പറയുകയാണ്, തൃച്ചവിക്കൊണ്ട് നിൽക്കുന്ന കർണങ്ങളിൽ പൊന്മണിക്കുണ്ടലം. അവിടെ കർണകുണ്ടലങ്ങൾ എന്താണ്? സ്വർണമുത്തുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന കർണാഭരണങ്ങൾ അവളുടെ മുഖത്ത് നോക്കുക. ആ തൃച്ചവികളിലേക്ക് നോക്കുക. കവച കുണ്ടലങ്ങളൊക്കെ അവിടെ ഉണ്ട്. അവിടെ മുത്തുകൾ പതിച്ചിരിക്കുന്ന കമ്മലുകൾ, കുണ്ടലങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. കൊണ്ടാളിപ്പെട്ട് പൊങ്ങും ഗൃണിക്കങ്കിതം. കൊണ്ടാളിപ്പെട്ട് പൊങ്ങും ഗൃണിക്കങ്കിതം ഗണ്ഡകണ്ണാടിയും. അവളുടെ ഗണ്ഡകണ്ണാടിയിലേക്ക് നിങ്ങളൊന്ന് നോക്കണം. ആ കവിൾത്തടത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കുക. എന്താണ് ഈ കവിൾത്തടം? നിങ്ങൾ കാണുമ്പോഴേ അതിങ്ങനെ പ്രശോഭ അവനെ മിന്നിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. അവളുടെ കവിൾത്തടങ്ങൾ എന്തുകൊണ്ടാണ്? പൊന്മണിപ്പെട്ടു. ഈ തൃച്ചെവികളിൽ തൂങ്ങിക്കിടന്നാടുന്ന ആ കവച കുണ്ടലങ്ങളിൽ, ആ കുണ്ടലങ്ങളിൽ നിന്നും പ്രതിഫലിക്കുന്ന പ്രകാശത്താൽ ഇങ്ങനെ തിളങ്ങുകയാണ് ഭഗവതിയുടെ തൃക്കവിളുകൾ, അവളുടെ കവിൾത്തടം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഭഗവാന്റെ മുമ്പിൽ ദേവി പ്രത്യക്ഷപ്പെട്ട് നിന്നുകൊണ്ട് തന്റെ വിശ്വസ്വരൂപം വിരാൻ രൂപം പ്രദർശിപ്പിക്കുകയാണ്. വിരാൻ രൂപം പ്രദർശിപ്പിക്കുക. അത് കണ്ടുകൊണ്ട് ആ ചിത്രത്തെ, ആ വിഗ്രഹത്തെ, ആ രൂപത്തെ
ഒരു വിഗ്രഹത്തിൽ വാക്കുകൾ കൊണ്ടുള്ള ഒരു വിഗ്രഹമായി കൊത്തി ഭഗവാൻ നമുക്കിവിടെ തരികയാണ്. ഭഗവതിയുടെ തിരുമുഖത്തേക്ക് നോക്കുമ്പോഴോ ആ തൃച്ചെവികൾ നോക്കുക, തൃച്ചെവികളിലേക്ക് നോക്കുമ്പോഴോ അവിടെ രത്നങ്ങൾ പതിച്ചിരിക്കുന്നതായ കുണ്ഡലങ്ങൾ അതിൽ തൂക്കിയിട്ടിരിക്കുന്നു. ആ കുണ്ഡലങ്ങളിൽ നിന്ന് പ്രതിഫലിക്കുന്ന പ്രകാശകിരണങ്ങൾ കൊണ്ട് ഭഗവതിയുടെ കവിൾത്തടങ്ങൾ രണ്ടും ഇങ്ങനെ പ്രകാശിക്കുകയാണ്. ഗണ്ഡകണ്ണാടിയും നന്മണിച്ചെമ്പരത്തി പ്രസൂനം നമിക്കും. നന്മണിച്ചെമ്പരത്തി പ്രസൂനം, പുഷ്പങ്ങൾ പോലെ ഇരിക്കുന്നു. എങ്ങനെയുള്ള പുഷ്പങ്ങളാണ്? ചെമ്പരത്തിയുടെ പുഷ്പങ്ങൾ, പൂവുകൾ. നമുക്കറിയാം ചെമ്പരത്തിയുടെ പൂവിന്റെ ഒരു മൃദുലമായിരിക്കുന്ന ആ ചുവപ്പ് നിറം ഭഗവതിയുടെ ആ ചുണ്ടിലേക്ക് നിങ്ങളൊന്ന് നോക്കണം. ആ ചുണ്ടിന്റെ നിറം എന്താണ്? ഈ ചെമ്പരത്തി പൂവിന്റെ മൃദുലതയും ആ വർണ്ണവുമാണ് ഭഗവതിയുടെ തൃച്ചുണ്ടുകൾക്ക്. കവിളിണകളോ ആ കുണ്ടലങ്ങളാൽ പ്രകാശിക്കുന്നു, തൃച്ചുണ്ടുകളോ ചെമ്പരത്തി പ്രസൂനം നമിക്കും. ചെമ്പരത്തി പ്രസൂനം നമിക്കും എന്ന് പറഞ്ഞാൽ അവർ പോയും തോറ്റുപോവുകയാണ്. മനോഹാരിതയിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് ഏത്? ചെമ്പരത്തിയുടെ പൂവ്. അതുപോലും തോറ്റമ്പിപ്പോകും ഭഗവതിയുടെ ആ ചുണ്ടിണകൾ കണ്ടു കഴിഞ്ഞാൽ. അതിന്റെ മനോഹാരിത, അതിന്റെ ആ ചുമപ്പ്. ഗണ്ഡകണ്ണാടിയും നന്മണി ചെമ്പരത്തി പ്രസൂനം നമിക്കും. മണിച്ചുണ്ട് രണ്ടിനുമുള്ള ആയുളങ്ങം. ആ മണിച്ചുണ്ടാണ്. നോക്കുക, അതിനെക്കുറിച്ചുള്ള വർണ്ണന നിങ്ങൾ നോക്കണം. ഭഗവതിയുടെ ആ ചുണ്ടുകൾ ചെമ്പരത്തിപ്പൂ പോലും തോറ്റമ്പിപ്പോകും, തോറ്റ് നമിച്ചു പോകും ഭഗവതിയുടെ തിരുച്ചുണ്ടുകളുടെ മനോഹാരിത, സൗന്ദര്യത്തിന്റെ മുമ്പിൽ. അതോ മണിച്ചുണ്ടുകളാണ്. അത്രമാത്രം രത്നങ്ങളെ പോലെ പ്രകാശിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുമ്പോൾ, ഈ പരിസരത്തിലൊക്കെ കാണുന്ന സുന്ദരിമാരുടെ ചുണ്ടൊക്കെ ഇങ്ങനെ നമ്മൾ പ്രകാശിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിൽ, പ്രതിഫലിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന രീതിയിൽ അവർ കാണിക്കാറുണ്ട്. ഇവിടെ യാതൊരു ആടയാഭരണങ്ങളോ കൃത്രിമത്വങ്ങളോ ഇല്ലാതെ ഇവിടെ പറയുകയാണ് ഭഗവതിയുടെ ചുണ്ട് തന്നെ സ്വാഭാവികമായി നിങ്ങൾ നോക്കിയാൽ പോലും എന്താണ്? ചെമ്പരത്തിപ്പൂ പോലും തോറ്റുപോകും. മണിച്ചുണ്ടിനുള്ളിനുമുള്ളായി. ഈ ചുണ്ട് ആരുടെ സംരക്ഷണത്തിലാണ്? അതിന്റെ ഉള്ളിൽ വിളങ്ങുന്ന ആ പളുങ്കൊത്ത പൽപ്പത്തി, പളുങ്കുകൾ പോലെ, വെള്ളപ്പളുങ്കുകൾ പോലെ തിളങ്ങുന്ന പളുങ്കുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് മുത്തുകൾ, പിന്നെ ഇല്ലേ? ആ പളുങ്കിനേക്കാളും പ്രകാശമാനമായിരിക്കുന്ന, ജ്വലിക്കുന്ന, വിളങ്ങുന്ന, തിളങ്ങുന്ന മുത്തുകൾ പോലെയുള്ള പൽനിരകൾ ഭഗവതിയുടേത്. ഇതൊരു വലിയ പൂർണ്ണമായ ചിത്രമാണ്, അപൂർണമല്ല, പൂർണ്ണമാണ്. സൗന്ദര്യത്തിന്റെ തികഞ്ഞ ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഇതിലപ്പുറം തികഞ്ഞ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. മണിച്ചുണ്ട് രണ്ടിനും ഉള്ളായി വിളങ്ങും പളുങ്കൊത്ത പൽപ്പത്തി മുത്തുപ്പടത്തിന്. അത് മുത്തുപ്പടത്തിന് ലഭ്യം കൊടുക്കുന്നതിന് നിങ്ങൾ നോക്കുക, അനവധി മുത്തുകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നു, മുത്തുപ്പടം ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നു. അതുപോലും തോറ്റുപോകും ഭഗവതിയുടെ ആ പല്ലുകളുടെ സൗന്ദര്യത്തിന്റെ മുമ്പിൽ. എന്താണ്, എത്ര ഉത്കൃഷ്ടമായ ഒരു വർണ്ണനയാണിത്! നിങ്ങളുടെ ചിന്തയിൽ ഇത്രമാത്രം സൗന്ദര്യത്തിന്റെ തികവാർന്ന ഒരു വിഗ്രഹം കൊത്തിവെക്കാൻ, വാക്കുകൾ കൊണ്ട് കൊത്തിവെക്കാൻ മറ്റാർക്കെങ്കിലും കഴിയുമോ? നമ്മുടെ സങ്കല്പത്തിലുള്ള ദേവീ സങ്കല്പത്തിൽ നാം കാണുന്നതായ ഭഗവതിയുടെ സ്വരൂപത്തിന്റെ പൂർണ്ണതയൊന്നും അല്ല ഇത്. അതിലേക്ക് എത്രയോ അകലെയാണ്, എത്രയോ ഉയരെയാണ്, എത്രയോ ശ്രേഷ്ഠമാണ് ഭഗവതിയുടെ ആ തിരുസ്വരൂപം. തൃപ്പല്ലുകൾ സൂനം ഗണ്ഡകണ്ണാടിയും നന്മണി ചെമ്പരത്തി പ്രസൂനം നമിക്കും. മണിച്ചുണ്ടു രണ്ടിനുമുള്ളായി വിളങ്ങും പളുങ്കൊത്ത പൽപ്പത്തി മുത്തുപ്പടത്തിന് ലഭ്യം കൊടുക്കുന്നതിനെന്തു ബന്ധം? ഈ മുത്തുമണികൾക്ക് പോലും വിളിഭ്യം കൊടുക്കുന്നു. അതിനെന്ത് ബന്ധം? ഒരു ബന്ധവുമില്ല ഇവിടെ. നിങ്ങൾ ലോകത്തിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്നത് ഏറ്റവും അമൂല്യമായ മുത്തുമണികൾ നിങ്ങൾ ചേർത്ത് വെച്ചിട്ട് നോക്കുക. അതിലേക്ക് നിങ്ങളൊന്ന് നോക്കുക. ഭഗവതിയുടെ ആ പൽനിരകളിലേക്ക് ഒന്ന് നോക്കുക, പൽപ്പത്തിയിലേക്ക് നിങ്ങളൊന്ന് നോക്കുക. ഇതിൽ ഏതിനാണ് സൗന്ദര്യമെന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അമൂല്യമായ മുത്തുമണികൾ നിരത്തി വെച്ചിരിക്കുന്ന ആ നിരയ്ക്കല്ല, അതിനേക്കാൾ കൂടുതൽ സൗന്ദര്യം ഭഗവതിയുടെ പല്ലുകൾക്കാണ് എന്ന്, ദന്തനിരകൾക്കാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതാണ് ഭഗവതി. ഇതാണ് പൂർണ്ണമായ സൗന്ദര്യത്തോടു കൂടി നമ്മുടെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെട്ട് നമുക്ക് അനുഗ്രഹം ചൊരിയാൻ വന്നു നിൽക്കുന്ന ഭഗവതിയുടെ തിരുസ്വരൂപമാണ് ഭഗവാനോട് വർണ്ണിച്ചിരിക്കുക. ഇതാണ് വിരാട് രൂപം എന്ന് പറയുന്ന ഭഗവതിയുടെ സ്വരൂപം. നമുക്ക് ഈ നാടകത്തിന്റെ അടുത്ത തിരശ്ശീല ഉയരുമ്പോൾ തീർച്ചയായിട്ടും ഇതിനേക്കാൾ മനോഹരമായ ഒട്ടേറെ കാഴ്ചകൾ ഭഗവതിയുടെ ഈ നാടകത്തിൽ നമുക്ക് കാണാൻ പറ്റും. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അങ്ങനെയുള്ള കാഴ്ചകളിലൂടെ പോകാൻ നമുക്ക് പറ്റും. അതിന് അടുത്ത മാസം നമുക്ക് വീണ്ടും കാണാം. ഇന്നിപ്പോൾ നമുക്ക് പറഞ്ഞിരിക്കുന്ന സമയം
9 മണി ആയിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഇന്നത്തെ പഠനം നമുക്കിവിടെ സമാപിക്കുന്നു. ഇന്ന് ഈ പറഞ്ഞിട്ടുള്ള ഇത്രയും പാഠഭാഗങ്ങളിലെ ഏതെങ്കിലും വാക്കുകളുടെ അർത്ഥം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന ആശയങ്ങളുടെ വ്യക്തത ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൈക്കൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ചോദിക്കാം. നന്ദി, നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. ഷീബ, മാവേലിക്കരയിലെ ഷീബയാണോ? ഓ ശരി ശരി, ഓക്കെ ഓക്കെ. ഞാൻ ഒത്തിരി കാലമായല്ലോ കണ്ടിട്ടൊക്കെ അല്ലേ? അപ്പൊ ഈ കാളിയുടെ നാടകത്തിനകത്ത് നിങ്ങളൊക്കെ കണ്ടല്ലോ, നാടകം കാണാനുള്ള പ്രേക്ഷകരായിട്ട് നിങ്ങളൊക്കെ ഉണ്ടായിരുന്നതിൽ സന്തോഷം. നന്നായി മനസ്സിലായി. ആ ശരി ശരി ശരി. പിന്നെ ആർക്കെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ? എന്ത് നമ്മുടെ നന്ദി സർ. നന്ദി 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 പറഞ്ഞാല് ഞാനൊരു കാര്യം പറയാം. നമ്മുടെ നമ്മുടെ ഈ സംസ്കാരത്തിനകത്ത് ഒരു കാര്യം, എല്ലാരും നമ്മളെ ഈ ആത്മീയ ക്ലാസ് നടക്കുമ്പോഴ്, ഭക്തിയുടെ ക്ലാസ് നടക്കുമ്പോഴ് നമ്മളൊരു പ്രത്യേക ഒരു സംസ്കാരം നമ്മൾ സൂക്ഷിക്കണം. എന്ത് നമ്മുടെ നന്ദി 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 പറഞ്ഞാല് ഞാനൊരു കാര്യം പറയാം. നമ്മുടെ നമ്മുടെ ഈ സംസ്കാരത്തിനകത്ത് ഒരു കാര്യം, എല്ലാരും നമ്മളെ ഈ ആത്മീയ ക്ലാസ് നടക്കുമ്പോഴ്, ഭക്തിയുടെ ക്ലാസ് നടക്കുമ്പോഴ് നമ്മളൊരു പ്രത്യേക ഒരു സംസ്കാരം നമ്മൾ സൂക്ഷിക്കണം. ഒരിക്കലും നിങ്ങൾ നന്ദി പറയരുത്. നന്ദി പറഞ്ഞാലുള്ളൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കവാങ്ങൽ തീർന്നു കഴിഞ്ഞു. ഞാൻ നിങ്ങൾക്കൊരു നാളികേരം തന്നു, നിങ്ങൾ എനിക്കൊരു 10 രൂപയും തന്നു. 10 രൂപയും തന്നു കഴിയുമ്പോഴേ നമ്മൾ തമ്മിൽ ഇടപാട് തീർന്നു. കാരണം നിങ്ങളുടെ നാളികേരം നിങ്ങളുടെ സ്വന്തമായി, 10 രൂപ എൻ്റെ സ്വന്തമായി. അപ്പോൾ ഒരിക്കലും നമ്മൾ ഈ ദൈവികമായ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഒരിക്കലും നന്ദി പറഞ്ഞ് നമ്മുടെ ഈ പാരസ്പര്യം നിർത്തിപ്പോകരുത്. നമുക്കറിയില്ല, നമുക്കാർക്കും അറിയില്ല, അതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്തു പോകുന്നത്. ഒരിക്കലും ഞാനത് കുറ്റം പറയല്ല, പക്ഷെ എപ്പോഴും നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു സിസ്റ്റമാണ്. ഒരു ദൈവികമായ അറിവ് നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ ഒരിക്കലും അവിടെ നിങ്ങൾ നന്ദി പറയാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? നന്ദി പറഞ്ഞാൽ തീർന്നു എന്നുള്ളതാണ്. പക്ഷെ ഇത് അറിവിന്റെ പാരസ്പര്യം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും, ഒരിക്കൽ തീരുന്നതല്ല. ഞാനൊരു കാര്യം പറയാം. എന്നെ പഠിപ്പിച്ചിട്ടുള്ള, ഞാൻ പഠിച്ചിട്ടുള്ള, ഞാൻ വായിച്ചിട്ടുള്ള, ഞാൻ കേട്ടിട്ടുള്ള എല്ലാ ഗുരുക്കന്മാരുമായിട്ടുള്ള പാരസ്പര്യം എനിക്ക് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കത് മുറിച്ചു കളയാൻ പറ്റില്ല. ഞാൻ എപ്പോഴും ഗുരുനിത്യ ചൈതന്യജിയോ അല്ലെങ്കിൽ നമ്മുടെ നിർമ്മലാനന്ദഗിരി സ്വാമിയെയോ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുദേവനെയോ അല്ലെങ്കിൽ പിന്നെ ചട്ടമ്പി സ്വാമിയെയോ അല്ലെങ്കിൽ ശങ്കരാചാര്യരെയോ അല്ലെങ്കിൽ രമണ മഹർഷിയെയോ അല്ലെങ്കിൽ ആചാര്യ യോഗ പിന്നെ പേര് മറന്നു പോകുന്നു, അങ്ങനെ ഇവരെയൊക്കെ ഞാൻ വായിച്ചിട്ടുള്ള അഷ്ടാവക്രനെയോ ഉദ്ദാലക മഹർഷിയോ ശ്വേതകേതുവിനെയോ അങ്ങനെ നമ്മൾ ഒട്ടേറെ പേരെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അവരെയൊക്കെ നമ്മൾ നിരന്തരം നമ്മുടെ ഗുരുസ്ഥാനീയരാണ്, നമ്മൾക്ക് ഈശ്വരതുല്യരാണ്. അവരോടൊന്നും നമുക്ക് നന്ദി പറയാൻ പറ്റില്ല. നമ്മുടെ നന്ദി വാങ്ങിക്കാൻ മാത്രമുള്ള വലിപ്പമല്ല അവർക്കുള്ളത്, നമ്മുടെ സമർപ്പണം. നമ്മൾ അവിടെ അങ്ങ് കൊടുത്തേക്കുക, അത്ര മാത്രമേ പറ്റൂ. അവരുടെ മുമ്പിൽ നമ്മളാര്? നമ്മളൊരു പുൽക്കൊടിയുടെ പോലും വിലയില്ല, നമുക്ക് ഒരു മണൽത്തരിയുടെ പോലും വിലയില്ല ഗുരുക്കന്മാരുടെ മുമ്പിൽ. നമുക്ക് അവിടെ ഒന്നും ഒരു നന്ദിയും പറയാൻ പറ്റത്തില്ല. നമ്മളിങ്ങനെ അങ്ങ് പോരുക, നമ്മുടെ കൈ അവരുടെ പാദത്തിൽ ഇങ്ങനെ ഇരിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ ശിരസ്സും നമ്മുടെ കൈയും ആ പാദത്തിൽ ഇങ്ങനെ ഇരിക്കുക, സാങ്കല്പികമായിട്ടെങ്കിലും ഓർക്കുക. അവരോട് നമ്മുടെ നന്ദി പറയാൻ പറ്റില്ല. നമ്മുടെ കടപ്പാട്, നമ്മുടെ സമർപ്പണം, ഇത് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ഇപ്പൊ തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനെ ഇവിടെ കാളി ദേവിയെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ട് തരികയാണ്. ഈ വിഗ്രഹം കൊത്തി നമ്മുടെ മുമ്പിൽ അങ്ങ് തരികയാണ്. ഈ വിഗ്രഹം കൊത്തി വന്ന ഗുരുവിനോട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പാദത്തിൽ വീഴുക, തെരുതര വീണ് വണങ്ങി ഓതുക അല്ലാതെ വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഈശ്വര കാര്യങ്ങൾ പറയുന്നിടത്ത് നിങ്ങൾ ആരും, എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ആരുടെയും മുമ്പിൽ നിങ്ങൾ നന്ദി പറയും.